അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. സർവശക്തനായ ഇലാഹിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഹജ്ജ് 2025 തൃശ്ശൂർ ജില്ലാ സാങ്കേതിക പരിശീലന ക്ലാസിൻ്റെ ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ക്ലാസ് എടുക്കാനായിട്ട് അബ്ദുറഹ്മാൻ പുഴക്കരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. റബ്ബി ഷ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ. പ്രിയമുള്ളവരെ, ഇനി യഥാർത്ഥത്തിൽ ഒരു ക്ലാസിന്റെ ആവശ്യമില്ല. കാരണം നമ്മളെല്ലാവരും നല്ല നെയ്യത്തിലേക്ക് വന്നു കഴിഞ്ഞു. കാരണം നമ്മുടെ ചെയർമാന്റെ പ്രസംഗം നമ്മൾ കേട്ടു. വളരെ വിശദമായി തന്നെ ഹജ്ജ് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ ബഹുമാനപ്പെട്ട ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനും അസിസ്റ്റന്റ് സെക്രട്ടറിയും പിന്നെ ഇവിടെ ക്ലാസ് എടുത്ത ഡോക്ടേഴ്സും മുൻ ട്രെയിനർമാരും ഒക്കെ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. എങ്കിലും നമുക്കിനി കുറച്ച് ദിവസങ്ങൾ, എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്, അല്ലേ? ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾ നാം ഒന്ന് പ്രിപ്പറേഷൻ ഹജ്ജിന് യഥാർത്ഥത്തിൽ പണ്ടൊക്കെ നേരത്തെ മുൻകാലങ്ങളിൽ ഷവ്വാൽ 1 മുതൽ തന്നെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. നമ്മുടെ സൗകര്യപ്രദമായ കാര്യത്തിന് വേണ്ടി നമ്മളെ ഉംറയിൽ ഇഹ്റാമിൽ സൂക്ഷിക്കേണ്ടതുള്ളതിനാൽ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ മാറുന്നു എന്നുള്ളൂ. നമ്മൾ അവസാന നിമിഷം ഹജ്ജ് ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞാണ് എന്ത് ഇഹ്റാമിലേക്ക് കിടക്കുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറ്റുന്നില്ല, നമ്മൾ ഏറ്റവും കുറഞ്ഞ സമയം മാത്രം ഇഹ്റാമിലാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ലാസ്റ്റ് ദുൽഹജ്ജ് നമ്മൾ ഈ പോകുന്ന യാത്ര ചെയ്യുന്നത്. നെടുമ്പാശ്ശേരി ക്യാമ്പിൽ എത്തുമ്പോൾ മാത്രം ഇഹ്റാമിലേക്ക് മാറുകയും ഇഹ്റാമിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചുരുങ്ങിയ സമയമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ ഹാജിമാരായി കഴിഞ്ഞു, ഹാജമാരായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച SHI സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ നമ്മളെ വിളിക്കും. എന്നാണ് എയർപോർട്ടിൽ എത്തേണ്ടത്. ആ ദിവസം നാം അവിടെ എത്തിച്ചേരുക എന്നുള്ള ബാധ്യത മാത്രം നമുക്കുള്ളൂ. അങ്ങനെ എത്തുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങി ഫ്ലൈറ്റിൽ എത്തുന്ന, നമ്മുടെ ക്യാമ്പിൽ എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ നേരത്തെ സ്വാഗത പ്രസംഗം ഷക്കീർ സാറ് ഇവിടെ സംസാരിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇനി അതിലേക്ക് കടക്കുന്നില്ല. കാരണം 2 ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്, വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇനി അവസാന നിമിഷം എന്നതിൽ കുറച്ച് സമയമേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പോകുന്നവരൊന്ന് ഫ്ലൈറ്റ് വൈസിലൊന്ന് പരിചയപ്പെടുക. വേണ്ടേ? അന്ന് ഒരേ ഫ്ലൈറ്റിൽ പോകുന്നവർ പരസ്പരം ഇവിടെ ഇരിക്കുന്ന പരസ്പരം അറിയാവോ? ഇല്ല. അറിയാവോ? ഇല്ല. അതൊന്ന് അറിഞ്ഞിരിക്കണം. 1. 2, നമ്മള് എയർപോർട്ടിലെത്തി ഹജ്ജ് ക്യാമ്പിലെത്തി അതിനുശേഷം ജിദ്ദയിലും നമ്മുടെ റൂമിലെത്തി ഇഹ്റാമിന് പോവുകയും തവാഫിന് പോവുകയും ഉംറ നിർവഹിക്കുകയും ചെയ്ത് കുറച്ച് ദിവസങ്ങൾ അവിടെ കഴിയും. അതിനുശേഷം നമ്മളിന്ന് മിന മുസ്തലിഫയിലേക്കൊക്കെ പോകും. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അവിടെ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിന് താഴെ വെച്ചൊരു ക്ലാസ് നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആ കാര്യങ്ങളൊക്കെ വ്യക്തമാകും. ഇനി നമുക്കൊരു റിവൈൻഡ്, 2 ക്ലാസ്സിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്യുക, എന്നിട്ട് ദുആ ചെയ്ത് പിരിയുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഏതൊരു പ്രവർത്തനത്തിനെയും കാതൽ എന്ന് പറയുന്ന നെയ്യത്താണ്, അല്ലേ? നമുക്കിവിടെ 2 ഡോക്ടർമാർ സംസാരിച്ചു. പണ്ടൊക്കെ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ നമുക്കൊരു മതമായിട്ട് ബന്ധമുള്ളവരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് തന്നെ നമ്മുടെ ദീനിയായ ഒരു കാര്യത്തിന് നേതൃത്വം കൊടുക്കുന്ന 2 ഡോക്ടർമാരാ. ഡോക്ടർ സുനിൽ ഫഹദും മറ്റൊരു ഡോക്ടറോട് സംസാരിച്ചു, അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ കൊടുങ്ങല്ലൂരിന് തൃശ്ശൂരിന്റെ ഒരു മഹാത്മ്യം എന്ന് പറയുന്നത്? 2 വിദ്യകളും കൂടി, മതവും ഭൗതികവുമായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അവർ കവി പറഞ്ഞത്, ഭൗതിക വിദ്യ വാഹനം കൊള്ളാമെടോ, ആത്മീയ വിദ്യയാണതിൻ ബ്രേക്കെടോ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡോക്ടർ നമുക്ക് നേതൃത്വം കൊടുത്തത് എന്തുകൊണ്ടാ? ഭൗതികവും ആത്മീയവുമായി ആ ഒരു നേട്ടം കൈവരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത്, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആ നെയ്യത്ത്, നമ്മൾ ഇനി കുറച്ച് പ്രാസംഗങ്ങൾ കഴിഞ്ഞു, മറ്റേ നല്ലൊരു ഫ്ലറിഷായ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ പോകാനുള്ള അവസാന നിമിഷം, അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. നമ്മുടെ കൂടെ വരുന്ന വോളണ്ടിയർ ആരാണെന്ന്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ ആരാണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞു. അവര് ഇന്ന് നാളെയും നാളെ കഴിഞ്ഞുമായി നമ്മളെ വിളിക്കും. നമ്മൾ ആ ഗ്രൂപ്പിൽ പോകുന്നവരുടെ, നമ്മുടെ ഫ്ലൈറ്റിൽ പോകുന്നവരുടെ ഫ്ലൈറ്റ് വൈസ്
ഗ്രൂപ്പ് ഉണ്ടാക്കും, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്. അതിലൂടെ നമ്മൾ അവരെ പരിചയപ്പെടും. നാം എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ മെസ്സേജ് വന്നപ്പോൾ എന്താണ്, 48 മണിക്കൂർ മുമ്പുള്ള സമയമാണ്. അല്ലേ മെസ്സേജ് വന്നേ? നമുക്കറിയാം, കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെയധികം നാം മുന്നോട്ട് പോയിട്ടുള്ളതിനാൽ നാം അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. 24 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്താൽ മതി. അപ്പൊ ഒരേ ദിവസം തന്നെ 2 ഫ്ലൈറ്റുകൾ ചില ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ എന്ന് പറഞ്ഞാലും നമ്മുടെ കൂടെ നമ്മുടെ ഫ്ലൈറ്റിൽ വരുന്ന ഹജ്ജ് ഇൻസ്പെക്ടർ നിർദ്ദേശിക്കുന്ന സ്ഥലത്തും സമയത്തും മാത്രം നമ്മുടെ എയർപോർട്ടിൽ എത്തിയാൽ മതി. അപ്പൊ നേരത്തെ നമ്മുടെ സാധ്യപ്രസംഗം പറഞ്ഞു, വീട്ടിൽ നിന്ന് തയ്യാറായി നമ്മൾ എയർപോർട്ടിൽ വരുന്ന കാര്യം വരെ പറഞ്ഞു നിർത്തിയില്ലേ? ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ലഗേജുമായി അതിലേക്ക് പഴയലേക്ക് കടന്ന് കൂടുതൽ സമയം പോകുന്നതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. നമ്മുടെ ലഗേജുമായി നമ്മൾ എവിടെയാണ് എത്തേണ്ടത്? നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണോ ഹജ്ജ് ക്യാമ്പിലാണോ? എയർപോർട്ടിലാണ് നമ്മൾ എത്തേണ്ടത്. എയർപോർട്ടിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ മറ്റേ 2 ലഗേജുകൾ, എത്ര കിലോ ആണ് നമ്മുടെ ലഗേജ്? 20 കിലോയുടെ 2 ലഗേജുകൾ അവിടെ വാങ്ങും. നമുക്കൊരു റെസിപ്റ്റ് തരും, ഒരു ടോക്കൺ തരും. ഈ ടോക്കൺ നമ്മുടെ കയ്യിൽ വെക്കുക. ഈ ലഗേജുകൾ അവർ കൈപ്പറ്റുന്നു. അതിനുശേഷം അവിടുന്ന് ഒരു ബസ്സിൽ കയറ്റി ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ തൊട്ടപ്പുറം നമ്മുടെ വിമാനങ്ങളൊക്കെ നന്നാക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മുടെ ഹജ്ജ് ക്യാമ്പ് നമ്മൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സ്ഥലത്തേക്ക് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇവിടെ പെരുമ്പാവൂരും ഒക്കെയുള്ള വോളണ്ടിയർമാർ അവരുണ്ട്. അവര് നമ്മളെ എന്ത് ചെയ്യും? വിളിച്ച് കയറ്റി അവിടെ എത്തിക്കും. അപ്പോൾ നമ്മുടെ കൂടെ നമ്മളെ കൊണ്ടുവിടാൻ വരുന്ന ആളുകളെ പരമാവധി നമ്മൾ ഹജ്ജിന് പോകുന്ന ഒരു സന്ദർഭമാണ്. വിവിധ വേഷക്കാരായ ആളുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകും, അല്ലേ? അപ്പൊ അവരെ പരമാവധി നമ്മുടെ അങ്ങോട്ടുള്ള യാത്രയിൽ ഏറ്റവും അത്യാവശ്യം ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവർ വീട്ടിൽ നിന്ന് തന്നെ യാത്ര അയക്കാൻ ശ്രദ്ധിക്കുക. ഒരു ടൂറായിട്ട് മാറരുത്. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? തിരിച്ചു വരുമ്പോൾ അവരെല്ലാം വന്നോട്ടെ, തിരിച്ചു വന്ന് സ്വീകരിക്കാൻ നമ്മുടെ എയർപോർട്ടിൽ വന്നോട്ടെ. അങ്ങോട്ട് പോകുമ്പോൾ പരമാവധി ആളെ കുറയ്ക്കുക. നമ്മുടെ ഹജ്ജ് ക്യാമ്പിൽ നമുക്ക് ഒരു ദിവസത്തെ താമസ സൗകര്യം നിങ്ങൾക്ക് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഭക്ഷണവും അന്ന് അവിടെ ലഭിക്കും. അപ്പൊ ഈ ഹജ്ജ് ക്യാമ്പിൽ നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്ക് താമസ സൗകര്യം ഇല്ല. ഹാജിക്കും ഹജ്ജിമയ്ക്കുമാണ് അവിടെ താമസ സൗകര്യം ഉള്ളത്. അപ്പൊ നമുക്ക് ഭക്ഷണം അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ലഗേജ് അവിടെ കൊടുത്തു. പിന്നെ നമ്മുടെ ഒരു ഹാൻഡ് ബാഗ് ഉള്ളത്, അല്ലേ? ഈ ഹാൻഡ് ബാഗ് കൂടാതെ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ബാഗ് വേണം. ഹാൻഡ് ബാഗിന്റെ അകത്ത് വെച്ചാലും മതി. എന്തിനാണ്? എല്ലാ ദിവസവും നമ്മൾ ഹറമിലേക്ക് പോകുമ്പോഴും ഈ ഹാൻഡ് ബാഗ് നമ്മൾ ലഗേജ് പോയപ്പോഴും ഹാൻഡ് ബാഗുമായി നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ ഫ്ലൈറ്റിന് മുകളിലാണ്, നമുക്കറിയാം, പലരും യാത്ര ചെയ്തിട്ടുള്ളവരാണ്, എന്ത് ഈ ബാഗ് വെക്കാനുള്ള സ്ഥലം. വളരെ ലോഡ് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ വിമാനത്തിന് അടിയിലേക്ക് അത് മാറ്റപ്പെടാം, ഒത്തിരി ലഗേജ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ വെക്കാൻ ഒരു തോൾ സഞ്ചി, പുരുഷന്മാരാണ് ഈ തോൾ സഞ്ചി എന്ന് ഉദ്ദേശിച്ചത്. സ്ത്രീകളെ സംബന്ധിച്ച് തങ്ങളുടെ വാനിറ്റി ബാഗ് മതി. തോൾ സഞ്ചി, നമ്മുടെ ഈ ചെറിയ തോൾ സഞ്ചി, ഇങ്ങനത്തെ ബാഗായാലും കുഴപ്പമില്ല, തൂക്കിയിടുന്ന ബാഗ്. ഇത് നമുക്ക് ഡെയിലി യൂസിന് ഉപയോഗപ്പെടും. അത് നമ്മൾ കരുതുക. ഇതിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം, അല്ലേ? അന്നേ ദിവസം ഫ്ലൈറ്റിൽ പോണ തൃശ്ശൂർ ജില്ലക്കാരായ ആളുകളെ നമ്മൾ പരസ്പരം അറിഞ്ഞില്ലെങ്കിൽ റൂമിൽ ചെല്ലുമ്പോഴായിരിക്കും അയ്യോ നമ്മുടെ നാട്ടുകാരൻ ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നല്ലോ എന്നറിയുന്നത്, അല്ലേ? ഒന്ന് പരിചയപ്പെടുന്നതല്ലേ? വേണ്ടേ? അപ്പൊ അങ്ങനെ പരിചയപ്പെടാം ഇൻഷാ അല്ലാഹ്. ഒത്തിരി നേരമായിട്ട് നമ്മൾ ഇരിക്കുക, മടുത്തിട്ടുണ്ട് ഏകദേശം എന്ന് എനിക്കറിയാം. കാരണം ഫുഡ് രാവിലെ ചായ കുടിച്ചതാണ്. നമുക്കൊന്ന് എണീറ്റ് നിൽക്കാം. എന്നിട്ട് ഒരു തൽബിയത്ത്, നമ്മൾ ഇഹ്റാമിലായി കഴിഞ്ഞാൽ മുഴുവൻ സമയം ചെല്ലേണ്ട കാര്യമാണ് തൽബിയത്ത്. ആ സമയത്താണ് തൽബിയത്ത് ചെല്ലുന്നത്, അല്ലേ? എല്ലാ സമയത്തും ഹാജി അല്ലാത്തവർ ചൊല്ലുന്നില്ല തൽബിയത്ത്. ഹജ്ജ് ചെയ്യുന്നവരാണ്, ഹജ്ജിന് പോകുന്ന ഇഹ്റാമിൽ കിടക്കുന്നവരാണ് തൽബിയത്ത് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു സംയുക്തമായിട്ട് ഒരു 2 തൽബിയത്ത് ചൊല്ലി നമുക്ക് ആരംഭിക്കാം ഇൻഷാ അല്ലാഹ്. ഖിയാം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഒന്നുകൂടെ ചൊല്ലിക്കോ, സ്വന്തമായിട്ട് അറിയാലോ. അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് ലഗേജിന്റെ സ്റ്റിക്കർ കിട്ടിയോ നിങ്ങൾക്ക്?
കിട്ടിയോ? അപ്പൊ ഇറങ്ങുമ്പോൾ വാങ്ങണം. ഈ ലഗേജിന്റെ സ്റ്റിക്കർ എന്ത് ചെയ്യാനാണെന്ന് മനസ്സിലായി. നമ്മൾ കേരളത്തിൽ പോകുന്നവർ പ്രത്യേകിച്ചും നമ്മുടെ ലഗേജ് ഇവിടെ നിന്ന് എയർപോർട്ടിൽ കൊടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇത് നമുക്ക് റൂമിൽ തരും. മുമ്പ് ഞങ്ങളൊക്കെ പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, എയർപോർട്ടിലും എടുത്ത് നമ്മൾ വെക്കണമായിരുന്നു. ഇപ്പൊ അത് വേണ്ട. നമുക്ക് ഈ ലഗേജ് നമ്മുടെ റൂമില് നമ്മുടെ ബിൽഡിങ്ങിന്റെ അടിയിലുണ്ടാകും. അപ്പൊ നമ്മള് ഫ്ലാറ്റിൽ 40 നിലയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് നമ്മുടെ ലിഫ്റ്റിലേക്ക് എടുത്ത് വെച്ച് റൂമിലേക്ക് വെച്ചാൽ മതി. അപ്പൊ അത് നിങ്ങളുടെ റൂമില് നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ സ്റ്റിക്കർ നമ്മള് ചുമ്മാ ഒട്ടിച്ചാൽ പോരാ, തയ്ച്ച് തന്നെ പിടിപ്പിക്കണം. ഏതൊക്കെയാൽ ഫൈബർ രൂപത്തിലുള്ള പെട്ടിയുള്ളവർ, ഇപ്പൊ ഈ ലെതറിന്റെ അല്ലാത്ത ഫൈബർ രൂപത്തിലുള്ള പെട്ടി ഉണ്ടല്ലോ, അങ്ങനെയുള്ളവര് നല്ല പശ ഉപയോഗിച്ച് ശരിക്കും പതിക്കണം. അതുപോലെ സ്ത്രീകൾക്ക് ഇട്ടിരിക്കുന്ന മഫ്ത സ്റ്റിക്കർ, ഇത് ഇവിടെ തയ്ച്ചു വയ്ക്കും. അങ്ങനെ തയ്ച്ചു വയ്ക്കരുത്, അറിയാലോ. പുറകില് ആയിട്ട് തയ്ച്ചു, നമ്മുടെ മഫ്തയുടെ പുറകിലായിട്ട് അത് തുന്നിപ്പിടിപ്പിക്കുക. അതിൽ ഒരു നമ്പർ എഴുതാനുള്ള സ്ഥലം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ കാലിയുള്ള സ്ഥലത്ത് വെക്കേണ്ട നമ്പർ നമ്മുടെ നമ്പറല്ല, നമ്മുടെ കൂടെ വരുന്ന സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ SHIയുടെ നമ്പറാണ് തരുന്നത്. അത് നിങ്ങൾക്ക് അടുത്ത ദിവസം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇല്ലെങ്കിൽ എയർപോർട്ട് വരുമ്പോൾ ഞങ്ങൾ മാർക്കർ ഉപയോഗിച്ച് അത് എഴുതി തരും. നിങ്ങള് അവിടെയുള്ള യാത്രയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തെറ്റിപ്പോയാൽ, മാറിപ്പോയാൽ വോളണ്ടിയറെ വിളിക്കും. നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നറിഞ്ഞ് ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് അത്. ഓക്കെ അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? എന്നെ പരിചയപ്പെട്ടില്ലല്ലോ. എന്റെ വീട് നമ്മുടെ ഇടുക്കി ജില്ലയിലാണ്. ഭാഷ കേട്ടപ്പോ തന്നെ തോന്നി കാണും അല്ലേ. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന സ്ഥലത്താണ്. തൊടുപുഴയ്ക്ക് അടുത്ത് കോടിക്കുളം എന്ന സ്ഥലത്താണ്. ഞാൻ 2-3 വർഷം സർക്കാരിന്റെ ഹാദിബുൽ ഹുജാജായിട്ട് നേരത്തെ പോയിട്ടുണ്ട്. 2014, 16, 19 തീയതികളിൽ ഇൻഷാ അല്ലാഹ് ഹാജിമാരുമായി അവിടെ നമ്മുടെ ചാവക്കാടക്കുള്ള തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി പേരുമായിട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. 2000 കാലഘട്ടം മുതൽ ജില്ലാ ട്രെയിനറൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ച് നാളായിട്ട് ഇങ്ങനെ ക്ലാസ്സുകളും എടുക്കാനൊക്കെ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലാഹു തആല സ്വീകരിക്കുമാറാട്ടെ. അപ്പൊ നമുക്ക് എത്ര ദിവസമാണെന്ന് നിങ്ങളുടെ നെറ്റിൽ നോക്കി നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. യാത്ര ഏതാണ്ട് 40 ദിവസം, ചിലർക്ക് 41 ദിവസം, ചിലർക്ക് 39 ദിവസം അല്ലേ. ഈ ദിവസമാണ് നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഒരു ദിവസം നമ്മുടെ നെടുമ്പാശ്ശേരി ക്യാമ്പിൽ പോകും, പിന്നെ തിരിച്ച് ഫ്ലൈറ്റ് യാത്ര, അങ്ങനെ എല്ലാം കൂടി ഇത്രയും ദിവസമാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ആദ്യ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഒരു കവർ നമ്പറിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. സുബൈദ, സൈനബ, അബ്ദുറഹ്മാൻ എന്നല്ല. പിന്നെ എങ്ങനെയാണ് ഈ കവർ നമ്പർ അനുസരിച്ച് ഞങ്ങൾക്ക് അറിയാവുള്ളൂ. അതുകൊണ്ട് പ്രൈവറ്റിൽ പോകുമ്പോൾ അല്ല, ഗവൺമെന്റിൽ പോകുമ്പോൾ കവർ നമ്പർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്ന് ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ. ആ ഷാജാൻ സാറ് വന്ന് ക്ലാസ്സിൽ പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ എല്ലാവരും കവർ നമ്പർ അറിയാമോ? നമ്മുടെ ഒന്ന് പറഞ്ഞേ. KL അങ്ങനെ പറ. നമുക്ക് നമസ്കാരവുമായി ബന്ധപ്പെട്ട് കർമ്മപരമായ കാര്യം ഉസ്താദന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് അറഫയിൽ നിൽക്കുമ്പോഴും മിനയിലും ചില സന്ദർഭങ്ങളിൽ ജമ്മാക്കേണ്ട സാഹചര്യം വരും. നിസ്കാരങ്ങൾ ജമ്മാക്ക, പ്രവാചകൻ ജമ്മായിട്ട് നിസ്കരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് യാത്ര സ്ഥിരം ചെയ്യുന്നവർക്കെല്ലാം ജമ്മിനെ കുറിച്ചും ഖസറിനെ കുറിച്ചൊക്കെ അറിയാം. എങ്കിലും ജമ്മ ആയിട്ട് നമസ്കാരത്തെ കുറിച്ച് അറിയാനില്ലാത്തവര്, അതായത് ചുരുക്കി നമസ്കരിക്കുന്ന സന്ദർഭമുണ്ട്. ഇത് പഠിക്കണമെന്ന് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഇൻഷാ അല്ലാഹ് അത് അറിയില്ലെങ്കിൽ അടിയന്തരമായി അത് നമ്മൾ ഉസ്താദന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കണം എന്ന് ഓർമ്മപ്പെടുകയാണ്. അതുപോലെ ജമാഅത്തായിട്ട് സ്ത്രീകൾ, പുരുഷന്മാർ നിസ്കരിക്കുന്നുണ്ട്. സ്ത്രീകളും ജമാഅത്തായിട്ടാണല്ലോ ഹറമിൽ നിസ്കരിക്കുന്നത്. ആ ജമാഅത്ത് നിസ്കാരം എപ്രകാരമാണ് നിസ്കരിക്കേണ്ടതെന്നും, പിന്നെ എല്ലാ വഖത്തിലും പരിശുദ്ധ ഹറമിൽ മയ്യിത്ത് നമസ്കാരങ്ങൾ ഉണ്ടാവും. അപ്പൊ സ്ത്രീകൾ പ്രത്യേകിച്ചും മയ്യിത്ത് നമസ്കാരം പരിശീലിച്ചിട്ടില്ലാത്തവർ അതും പരിശീലിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക. ഇന്ന് നമുക്ക് ലഭിച്ച ലഗേജിൽ പതിക്കുന്ന സ്റ്റിക്കർ അത് ആദ്യം സൂചിപ്പിച്ചു, അത് തയ്ച്ചു പിടിപ്പിക്കുക അല്ലെങ്കിൽ ഒട്ടിക്കുക. അതോടൊപ്പം ഹാൻഡ് ബാഗിലെ തൂക്കം, നേരത്തെ 20 കിലോ ലഗേജിൽ പറഞ്ഞു. ഹാൻഡ് ബാഗിലെ തൂക്കം പരമാവധി എത്രയാണ്? 7 കിലോയാണ്. ഈ 7 കിലോ കൊണ്ടുപോകണം എന്നല്ല അതിന്റെ അർത്ഥം, പരമാവധിയാണ് 7. 2 കിലോ ആയാലും മതി. ഇനി ഞാൻ ഈ ലഗേജിൽ വെക്കേണ്ട അത്യാവശ്യ സാധനങ്ങളെ കുറിച്ചൊന്ന് പറയാം. പേപ്പറും പേന ഉള്ളവരൊന്ന് കുറിച്ചെടുത്തോ, ഇല്ലെങ്കിൽ മനസ്സിൽ ഓർത്താൽ മതി. ഒന്ന് സൂചിപ്പിക്കാം. അതായത് ലഗേജിൽ വെക്കേണ്ട സാധനങ്ങൾ മാത്രമാണ് പറയുന്നത്. സാധാരണ വസ്ത്രം, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന വസ്ത്രം, സ്ത്രീകൾക്ക് പർദ്ദ തന്നെയാണല്ലോ. സാധാരണ വസ്ത്രം ഒരു 3-4 എണ്ണം വേണം. പിന്നെ ഇഹ്റാം വസ്ത്രം 1 എണ്ണം, ലഗേജിൽ 1 എണ്ണം മതി. പിന്നെ പാചകം ചെയ്യേണ്ട ഒരു അവസ്ഥ നമുക്കവിടെ ഉണ്ട്. എപ്പോഴും മദീനയിൽ ഫുഡ് നമുക്ക് കാറ്ററിംഗ് മുഖേന അല്ലെങ്കിൽ റൂമിൽ തരും, ഇല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുകയാണ്. നമുക്കറിയാലോ, ബുക്ക് ചെയ്ത് കഴിക്കാം.
മക്കയില് നമ്മളൊരു 30 ദിവസത്തിൽ 5 ദിവസത്തോളം ഹജ്ജിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് 5-6 ദിവസത്തോളം മാറും അല്ലേ? മിന മുസ്ലിമ ഇതൊക്കെയായിട്ട്. അപ്പോൾ ബാക്കി ഒരു 20-25 ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രം കരുതിയാൽ മതി. ഇല്ലെങ്കിൽ അവിടെ വേസ്റ്റ് ആയിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. അപ്പൊ 20-25 ദിവസത്തേക്കുള്ള ആഹാര സാധനങ്ങൾ കരുതുക. ഒരു 5 കിലോ 6 കിലോ പരമാവധി 7 കിലോ അരി കൂടുതൽ വരണ്ട. അത്രയൊന്നും വേണ്ട. യഥാർത്ഥത്തിൽ കൂട്ടമായിട്ട് പോകുമ്പോൾ അത്രയൊന്നും വേണ്ട. പിന്നെ ഏറ്റവും പ്രധാനം നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മളെ ഡീഹൈഡ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ക്ഷീണം. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ക്ഷീണം അനുഭവപ്പെട്ട ഒരു വർഷമാണ് ഹജ്ജിന്. ക്ഷീണവും വെയിലും മുഖേന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? ആരോഗ്യവാനായിട്ടിരിക്കുക എന്നുള്ള പ്രധാനമാണ്. അതിന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്, നമുക്കറിയാം ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരും 2 കിലോ അണ്ടിപ്പരിപ്പ് എല്ലാം മേടിച്ച് വെക്കാറുണ്ട്. ഇങ്ങനെ 2-3 കിലോ അണ്ടിപ്പരിപ്പായിട്ട് മേടിക്കുക. നമ്മൾ 1 കിലോ മേടിച്ചിട്ട് അല്ലെങ്കിൽ 2 കിലോ മേടിച്ച് അതിന്റെ പാർട്സ് ആയിട്ട് 50 ഗ്രാം 100 ഗ്രാം ഉള്ള പാക്കറ്റ് ഇടണം. അണ്ടിപ്പരിപ്പ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലാത്ത സാധനം കഴിക്കില്ലല്ലോ. ബദാം, അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള ഉണക്ക ഭക്ഷണ സാധനങ്ങൾ ഒരു 75 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാമിൽ താഴെയുള്ള ചെറിയ പാക്കറ്റുകളാക്കുക. ഞാനൊക്കെ ചെയ്യുന്ന എപ്പോഴും ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാഹചര്യം ഇല്ലായിരുന്നു. കാരണം ഹാജിമാരുടെ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകണല്ലോ. അപ്പൊ നമ്മുടെ ഒരു കോട്ടുണ്ട്, നമ്മുടെ കോട്ടിന്റെ പാക്കറ്റ് ചെയ്തിട്ടുണ്ട് പോകും. അപ്പൊ നമുക്ക് അത്യാവശ്യം എന്ത് ചെയ്യാം? മറ്റ് ഭക്ഷണം കഴിക്കാത്ത അവസരത്തിൽ നമുക്കിത് പൊട്ടിച്ച് കഴിക്കാം. അപ്പൊ ഒരു 30 പാക്കറ്റ് ആണെങ്കിൽ 30 ദിവസം നമുക്ക് ഉപയോഗപ്പെടുത്താലോ. ഈ ഇത്രയും സാധനം മതി തരും. പാക്കറ്റായിട്ട് നമ്മൾ ബൾക്കായിട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ ഉപകാരപ്പെടുന്നത് അങ്ങനെയായിരിക്കും. പിന്നെ നമ്മുടെ ലഗേജ് വേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് അവിടെ ഉപകാരപ്പെടുന്ന പാചകമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കത്തി, കത്രിക, ബ്ലേഡ്, നഖം വെട്ടി, ഇത്ര സാധനങ്ങൾ ലഗേജിൽ വെക്കണം. പിന്നെ നമുക്കറിയാം നമ്മളിവിടെ നിന്ന് അലക്കി തുണിയെല്ലാം നന്നാക്കി അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് ആയിട്ടാണ് പോകുന്നത്. ഉംറയ്ക്കൊക്കെ പോയവരുണ്ടെങ്കിൽ പഴയ ഡ്രസ്സൊക്കെ ഉപയോഗപ്പെടുത്താം. എല്ലാം പുതിയതാവണമെന്ന് നിർബന്ധമില്ല, അത് നമുക്ക് മനസ്സിലാക്കുക. അപ്പൊ നമ്മള് ഈ ഡ്രസ്സുകളെല്ലാം എന്ത് ചെയ്യണം? അലക്കണം, അലക്കി ഉപയോഗിക്കണമല്ലോ. അതിനുള്ള സൗകര്യം നമ്മൾ അസീസിയ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. നമുക്കറിയാം ഈ ബിൽഡിങ്ങിന്റെ മുകളില് നമുക്ക് അശയില്ലേ അത് കെട്ടിയിട്ട് അത് ക്ലിപ്പുകൾ കൊണ്ടുപോകണം, അഴയ്ക്കുള്ള ചരടും കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ ഈ ചരട് പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ലഗേജ് ചുറ്റുന്ന ചരടുണ്ട്, അതുകൊണ്ട് കൊണ്ടു കെട്ടും. ഇപ്പോൾ നമ്മൾ പോകുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോകുന്നത് എന്താണ്? സൗദി എയർ ആണ്. ഇതിൽ യാതൊരു ചരട് കെട്ടാൻ പാടില്ല. അപ്പൊ നമ്മുടെ ലഗേജ് കെട്ടേണ്ട കാര്യമില്ല ചുരുക്കം പറഞ്ഞ. പക്ഷേ നമുക്ക് എന്തെങ്കിലും റോപ്പ് വേണം. റോപ്പ് മീൻസ് ഈ ചരട് വേണം. ഈ ചരട് പെട്ടിയിൽ വെച്ചേക്കുക, അവിടെ ചെന്ന് അഴ കെട്ടാൻ ഉപയോഗിക്കാം. ഈ അഴ കെട്ടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ക്ലിപ്പും ഒരു പ്രശ്നമുണ്ട്. ഇത് മേടിച്ചു വെക്കണം. ഒരേ രീതിയിലുള്ള പർദ്ദയാണ് നമുക്കെല്ലാം ഉള്ളത്. ഒരേ രീതിയിലുള്ള ഇഹ്റാം വസ്ത്രമാണ് പുരുഷന്മാർക്കുള്ളത്. എങ്ങനെ തിരിച്ചറിയും? നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഒരു മാർക്കിംഗ് നമ്മൾ ഇവിടെ നിന്ന് നടത്തിയിട്ട് പോവുക. നമ്മുടെ പേര് എന്തെങ്കിലും നമുക്ക് തിരിച്ചറിയാവുന്ന രൂപത്തിലുള്ള മാർക്കിംഗ് നമ്മൾ നടത്തണം. ഇല്ലെങ്കിൽ അത് മാറിപ്പോവും. അപ്പൊ നമുക്കൊരു വിശ്വാസം വരും, നമ്മുടെ ആണോ മറ്റുള്ളവരുടെ ആണോ. അങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്കുള്ളത് ഒരു ബെഡ്ഷീറ്റ്. നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൽ സൗജന്യമായിട്ട് തന്നെ നമ്മുടെ ബെഡിൽ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടാകും. അത് യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കുന്ന പണത്തിൽ നിന്ന് സൗദി ഗവൺമെന്റ് നമുക്ക് അനുവദിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ മുസ്തലിഫയിൽ നമ്മൾ താമസിക്കണം ഒരു ദിവസം അല്ലെ, ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട്. ഈ മുസ്തലിഫയിൽ താമസിക്കുമ്പോൾ നമുക്ക് ഒരു തുറന്ന പ്രദേശമാണ്, ടെന്റ് ഇല്ല, ബിൽഡിംഗ് ഇല്ല, ഒന്നുമില്ല. അവിടെ നമുക്ക് കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ബെഡ്ഷീറ്റ് വേണം. അപ്പൊ അതിനുള്ളൊരു ബെഡ്ഷീറ്റ് കരുതുന്നത് നല്ലതാണ്. പിന്നെ കടുത്ത ചൂടാണ്, കുറഞ്ഞ കുടയൊക്കെ നഷ്ടപ്പെടാം. ചെറിയൊരു കുട കരുതണം. ഒരു ഹാജിമാൻ ചെറിയൊരു കുട കരുതുക. അതിൻ്റെ അകത്തും വേണ്ടി മാർക്കർ കൊണ്ട് നമ്മുടെ പേരൊന്ന് എഴുതി വെച്ചേക്കാം അകത്ത്, നമുക്ക് മിസ്സായി പോകാതിരിക്കും. ഇതിന് ഏറ്റവും പ്രധാനം ഡോക്ടർ ഇവിടെ പറഞ്ഞു ഡീഹൈഡ്രേഷന്റെ കാര്യം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു നിർദ്ദേശം കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഡോക്ടേഴ്സ് പറയുന്ന പോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ്. നമുക്ക് ക്ഷീണം വരുമ്പോൾ ORS ലായനിയിലെ അറിയാലോ, എല്ലാവർക്കും അറിയാലോ ORS. അപ്പൊ അതിന്റെ ഒരു ചെറിയ സാഷകൾ, ചെറിയ പാക്കറ്റുകൾ 1.5 ലിറ്റർ വെള്ളത്തിൽ കലക്കാവുന്ന 1 ലിറ്റർ വെള്ളത്തിൽ കലക്കാവുന്ന സാഷകൾ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. എല്ലാവരും ഒരു 20 സാഷ വരച്ച് കരുതണം. എന്താണെന്നറിയോ? ഇത് എന്നിട്ട് കലക്കി നമ്മൾ അതിൻ്റെ അത് പൊട്ടിച്ചിട്ട് പകുതി എടുത്ത് കലക്കരുത്. അതിന് വലിയ പാക്കറ്റ് ആകുമ്പോൾ പകുതി എടുത്ത്, അപ്പൊ അതിന്റെ പകുതിയിൽ അതിന്റെ ആ കെമിക്കലുകൾ തമ്മിൽ മാറ്റം വരും. അതുകൊണ്ട് ചെറിയ സാഷ 20 ഗ്രാം ചെറിയ സാഷ മേടിച്ച 1 ഗ്ലാസ് വെള്ളത്തിൽ അതിന് പുറത്ത് എഴുതിയിട്ടുണ്ടാവും. ആ വെള്ളത്തിൽ കലക്കി ഇത് നമ്മൾ ക്ഷീണമുള്ളപ്പോൾ ഒന്ന് കുടിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഒന്ന് ഓക്കെ ആവും. അറിയാൻ ORS എല്ലാവർക്കും അറിയാവുന്നല്ലേ? അത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങണം. ഇത് കയ്യിൽ കരുതണം. ഇനി നമുക്ക് ഒറ്റ ക്ഷീണമല്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കാൻ ഉപകാരപ്പെടും. ഓക്കെ. പിന്നെ തൊട്ട് മുമ്പ് ഡോക്ടർ പറഞ്ഞൊരു കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. കാരണം പലർക്കും ചുമ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് നമ്മൾ അവിടെ പൊടിക്കാറ്റ്, മദീനയിലും മക്കയിലൊക്കെ പൊടിക്കാറ്റ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മൾ പലരും ഉംറയ്ക്കൊക്കെ പോയവരുണ്ട്. 90% പേരും മാസ്ക് നമ്മൾ എവിടെ കോവിഡ് സമയത്ത് മേടിച്ച് വെച്ചതാണ്. ആ സാധനം ചുമ്മാ വീട്ടിരിക്കുകയാണ്, അത് എടുത്ത് കയ്യിൽ വെക്കുക. ഈ മാസ്ക് പലർക്കും ഉപകാരപ്പെടും. എല്ലാവരും വെക്കണം എന്നല്ല പറഞ്ഞാൽ, അത് ചില പൊടിയടിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ചൂടേക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് വരുന്നു.
അപ്പൊ കുറച്ച് മാസ്ക് നമ്മുടെ കയ്യിൽ കയറുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ നമ്മളെ ഗ്രൂപ്പിൽ ഇരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞാന്ന്, പക്ഷെ ഇത്രയും ആളുള്ളതുകൊണ്ട് ലാസ്റ്റ് തിരിക്കാം അല്ലേ? അതല്ല ഇടയ്ക്കാകുമ്പോൾ ബുദ്ധിമുട്ട് വരില്ലേ? ഈ ഡേറ്റ് മാറൊന്നും ഗ്രൂപ്പിൽ ഇരുന്നാൽ നമുക്ക് പരിചയപ്പെടാൻ പറ്റുള്ളൂ. നമുക്ക് ഞാൻ ഇതിലേക്ക് ഈ യാത്രാ സംബന്ധിച്ചും ഉംറ നിർവഹണമൊക്കെ ഉസ്താദ്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. പ്രധാനമായി സാങ്കേതികമായിട്ട് 2 കാര്യങ്ങളാണ് കഴിഞ്ഞ വർഷം അനുഭവപ്പെട്ടത്. ഒന്ന്, പലരുടെയും മൊബൈൽ നഷ്ടപ്പെട്ടു. മൊബൈലിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ. അപ്പൊ ഈ മൊബൈല് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ വാനിറ്റി ബാഗ് സൂക്ഷിക്കുന്നവരുണ്ട്, പർദ്ദയുടെ പോക്കറ്റ് സൂക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം പുരുഷന്മാരെ സംബന്ധിച്ച് മലബാർ ബെൽറ്റ് അല്ലെങ്കിൽ ഹജ്ജ് ബെൽറ്റ് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇഹ്റാമിന്റെ സമയത്തും നമുക്ക് എന്ത് ചെയ്യും, ഹജ്ജ് ബെൽറ്റിന്റെ അകത്ത് ശരിക്കും സിബിടുന്ന ഹജ്ജ് ബെൽറ്റ് ആണെങ്കിൽ അതിനകത്ത് കിടന്നോളും, വലിയ വലിപ്പമില്ലാത്തതൊക്കെ. അത് പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ട്, പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്, സൂക്ഷിക്കുക. അപ്പൊ അത് മൊബൈല് അലസമായിട്ട് പലയിടത്തും ഇട്ടിട്ട് പിന്നെ കിട്ടത്തില്ല, ആരെയും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ അത് സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പൈസയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്, നമ്മൾ പോകുമ്പോഴുള്ള പൈസ ഞാൻ പറയുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് നഷ്ടപ്പെടുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ്. അതായത് നമ്മൾ പോകുന്ന ഹാജിമാരുടെ മൊത്തം പണവും നമ്മൾ അടച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ ചെന്ന് അത്യാവശ്യം അരി സാധനം എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനും ടാക്സി ഒന്ന് വിളിച്ചു പോകാനൊക്കെ പൈസ വേണം. അതിന് ഹജ്ജ് കമ്മിറ്റി നിർദ്ദേശിക്കുന്നത് ഒരു 1500 റിയാൽ, അത് കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞത് 1500 റിയാൽ പൈസ നമ്മുടെ കയ്യിൽ കരുതണം. അത് ഒരു ഗ്രൂപ്പല്ല, ഒരു ഹജ്ജിന് വേണമെങ്കിൽ 3000 വേണമല്ലോ. ഈ പൈസ നമ്മുടെ സ്വാഭാവികമായിട്ട് ഹെഡ് ആണായിരിക്കും, ഈ ആണിന്റെ കയ്യിൽ കരുതരുത്. നമ്മൾ ഈ പൈസ സാധാരണ ഹജ്ജ് കമ്മിറ്റി നിർദ്ദേശിക്കുന്നത് നമ്മുടെ അവിടെ ചെല്ലുമ്പോൾ ബിൽഡിങ്ങിന്റെ താഴെ ഒരു റിസപ്ഷൻ ഉണ്ടാവും, ഹോട്ടലിന്റെ അല്ലേ? നമ്മൾ പറയും ഇവിടെയാണ് റൂം ബോയ് അവിടെ ഉണ്ടാവും. അവിടെ അതിന് പറയുന്ന ഒരു വാക്കാണ് ഹാരിസ് അല്ലെ, സഹായിക്കുന്ന ഒരാൾ എന്നുള്ള അർത്ഥത്തിലാണ്. ഈ ഹാരിസിനെ ഏൽപ്പിച്ച് റെസിപ്റ്റ് വാങ്ങാനാണ് പറയുന്നത്. നമുക്ക് എല്ലാ ദിവസവും മേടിക്കുന്നത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ ചെയ്ത കാര്യം, നിർദ്ദേശമല്ല, ഞങ്ങൾ ചെയ്തത് 2 ലഗേജും ഒരു ഹാൻഡ് ബാഗും ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ തുല്യമായി പൈസ 3 ബാഗിലോട്ടൊക്കെ വെക്കും. അപ്പൊ പിന്നെ 2 പേരുടെ 6 ബാഗിലായിട്ട് വെച്ചേക്കണേ. അപ്പൊ നമുക്ക് വലിയ കാര്യമായി നഷ്ടപ്പെടൽ അങ്ങനെ സംഭവിക്കാറില്ല. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ 500 റിയാൽ എടുത്തോണ്ട് പോരുത്. നമ്മൾ ഏറ്റവും കുറഞ്ഞ തുക, ഏറ്റവും പരമാവധി 100 റിയാൽ കൂടുതൽ പുറത്തോട്ട് പോകണ്ട. 100 റിയാലിന് നല്ലൊരു പൈസ ആയി, നമുക്കറിയാലോ അല്ലേ? അപ്പൊ അത്രയും കൂടുതൽ പൈസ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആവശ്യമില്ല. കാരണം നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്താണ് യാത്ര ചെയ്യുന്നത്. ആ പൈസ ആവശ്യം വരില്ല, എങ്കിലും അതിൽ കൂടുതൽ കരുതിയാൽ പലരെയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഈ ലഗേജ് വെക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ ലഗേജ് അല്ലാതെ നമ്മുടെ കയ്യിലുള്ള വേറൊരു സാധനം, സാങ്കേതിക കാര്യങ്ങളിലേക്ക് മാത്രമേ കടക്കുന്നുള്ളൂ അല്ലെ? അപ്പൊ ലഗേജിൽ വെക്കേണ്ടാത്ത, അത് ലഗേജ് അല്ലാതെ നമ്മുടെ കയ്യിലുള്ള 7 കിലോയുടെ ഹാൻഡ് ബാഗ് ആണ്. ഈ ഹാൻഡ് ബാഗ് വെക്കേണ്ട സാധനങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. അതൊന്ന് സൂചിപ്പിക്കാം. ഒന്ന്, ഇഹ്റാം വസ്ത്രം 2 എണ്ണം. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അഴുക്ക് പറ്റുകയൊക്കെ ചെയ്താൽ നമ്മൾ മറ്റേ ലഗേജ് കിട്ടാൻ താമസിക്കും. അതുകൊണ്ടാണ് ഇഹ്റാം വസ്ത്രം 2 എണ്ണം ഹാൻഡ് ബാഗിൽ വെക്കണം. അതുപോലെ സാധാരണ വസ്ത്രം 1 എണ്ണം, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പുരുഷന്മാരെ പാൻറ്റോ അല്ലെങ്കിൽ മുണ്ടാതാലും സാധ്യത. അത് പറഞ്ഞപ്പോഴത്തെ ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഇത്രയും നാളും നമ്മൾ ഹജ്ജിന് പോകുമ്പോഴാണ് ചിലർ എന്ത് ചെയ്യും, പർദ്ദയിലേക്കൊക്കെ കടന്നിട്ടുള്ളത്. ചിലർ പർദ്ദ ധരിക്കാത്തവര്. അപ്പൊ ഈ പർദ്ദ ധരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ചിലർ കയ്യൂറ ധരിക്കുന്നവരുണ്ട്, കാലുറ ധരിക്കുന്നുണ്ട്, ഷൂസിലേക്ക് മാറിയവരൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ അത് അന്ന് പൊട്ടിച്ച് പുതിയ സീൽ വെച്ച് എടുത്ത് ഉപയോഗിക്കരുത്. ഇപ്പോഴേ ഒന്ന് ശീലിച്ചാൽ മാത്രമല്ലേ നമുക്കത് ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പുതിയ സാധനങ്ങളിലേക്ക് മാറുമ്പോൾ നേരത്തെ തന്നെ അതൊന്ന് യൂസ് ചെയ്യുക. കാരണം പർദ്ദ ഉപയോഗിക്കണമെന്നല്ല, നമ്മുടെ സ്ഥലം മറിഞ്ഞിരിക്കുക എന്നുള്ളതാണല്ലോ. നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേക ഇഹ്റാം വസ്ത്രം ഇല്ലെങ്കിലും മറിഞ്ഞിരിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഡ്രസ്സുകൾ, അങ്ങനെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സുകൾ എന്താണെങ്കിലും, കാലിന്റെ ഉറയാണെങ്കിലും ഷൂസിലേക്കൊക്കെ മാറാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിലും അത് ഇപ്പോഴേ ഒന്ന് ഉപയോഗിച്ച് ശീലിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഈ ഹാൻഡ് ബാഗിൽ നമ്മുടെ തോർത്ത്, ബ്രഷ്, പേസ്റ്റ്, പിന്നെ ലുങ്കി അല്ലെങ്കിൽ കൈലി നമ്മൾ പുരുഷന്മാരെ സംബന്ധിച്ച് ഇതാണ് വേണം. പിന്നെ ഏറ്റവും ഡോക്ടർ ഒരു ക്ലാസ് തന്നെ എടുത്ത കാര്യമാണ് ഹെൽത്ത് കാർഡ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സാങ്കേതികമായിട്ട് നമ്മൾ ഹജ്ജ് കമ്മിറ്റി ഉദ്ദേശിച്ച് ഒരേ ഒരു സാധനം ഹെൽത്ത് കാർഡേ ഉള്ളൂ. ഹെൽത്ത് കാർഡ് അറിയാം, ഹജ്ജ് ആൻഡ് ട്രെയിനിങ് കാർഡാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നമുക്ക് അടുത്ത ദിവസം കുത്തിവെപ്പ് ഉണ്ടാവും. ഈ ഇഞ്ചക്ഷന്റെ കാര്യവും നമ്മൾ 3 ക്ലാസ്സിൽ നിങ്ങൾ കണ്ടെടുത്തു വന്ന ട്രെയിനർ ഒപ്പിട്ട ഒരു പേപ്പറാണത്. ആ ബുക്ക് കയ്യിലുണ്ടല്ലോ. അതിലൊരു 3:3 ഫോട്ടോ ഒട്ടിക്കണം, ഡോക്ടർ ഒപ്പ് വേണം. ഈ സാധനം നമ്മുടെ കയ്യിൽ കരുതുക. അതിന്റെ കൂടെ പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ല, ഇപ്പൊ ഹജ്ജ് ക്യാമ്പിൽ ഇരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യും, നേരത്തെ സ്വാതപ്രാസംഗൻ ആദ്യം സൂചിപ്പിച്ചായിരുന്നു, ഓർക്കണ്ടോ? ഫസ്റ്റ് തുടങ്ങിയപ്പോൾ അന്ന് അതാ പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഹജ്ജ് ക്യാമ്പിൽ തലേ ദിവസം ചെല്ലുമ്പോൾ ഈ പാസ്പോർട്ട് നമ്മളെ ഏൽപ്പിക്കും, തിരിച്ചേൽപ്പിക്കും. ചുരുങ്ങിയ സമയം നമ്മുടെ കയ്യിലുള്ളൂ. പക്ഷെ ലേഡീസ് പലരും എന്ത് ചെയ്യുമ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് നഷ്ടപ്പെടുത്തിയ സാഹചര്യം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് പറയാം. അതായത് ഈ തലേ ദിവസം നമ്മൾ 16-ാം തീയതി പോകുന്ന ഞങ്ങൾക്ക് 15-ാം തീയതി നമ്മുടെ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് ഈ സാധനങ്ങൾ തരുവാണ്. നമ്മുടെ യാത്രാ രേഖകൾ എന്നാ പറയുന്നത്. ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കർ, കുറച്ച് കാർഡ് ഒക്കെ ഉൾപ്പെടുന്ന യാത്രാ രേഖകൾ, പാസ്പോർട്ട് സഹിതം നമ്മളെ ഏൽപ്പിക്കും. ഇത് എത്ര പ്രായമുള്ളവരാണെങ്കിലും ചെറിയ ആളുകളാണെങ്കിലും അത് ഹജ്ജ് കവർ ലീഡർ സൂക്ഷിക്കേണ്ട സാധനമല്ല.
നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് വീതിച്ച് നൽകാൻ 5 പേരുണ്ടെങ്കിൽ 5 പേർക്കായിട്ട് വീതിച്ച് നൽകുക. ഈ പാസ്പോർട്ടും ഹെൽത്ത് കാർഡുമായി നമ്മുടെ കയ്യിലപ്പം ഈ 2 സാധനം കയ്യിൽ തന്നെ പിടിക്കുക. എപ്പോഴും കൈ പിടിക്കണം എന്നല്ല. ലേഡീസിന് പർദ്ദയുടെ പോക്കറ്റ് ഉണ്ടെങ്കിൽ അതിടുക. പുരുഷന്മാര് ബെൽറ്റിലോ അല്ലെങ്കിൽ സൂക്ഷിക്കുക. ഇത് പലപ്പോഴും നഷ്ടപ്പെടുന്നത് ടോയ്ലറ്റിൽ പോകുമ്പോൾ അവിടെ വയ്ക്കും. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അങ്ങനെ വച്ച് ഒരാൾക്ക് ഒത്തിരി താമസം ഞങ്ങൾക്ക് ഒരു വട്ടം നേരിടേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ കയ്യിൽ ഉള്ളത് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി തിരിച്ച് നമ്മൾ ജിദ്ദയിൽ ഇറങ്ങി ആ ബസ്സിൽ കയറുമ്പോൾ തിരിച്ചു മേടിക്കും. അതെ, ഇത്രയും സമയമുള്ളൂ. അപ്പൊ 1 ഡേ ആണ് നമ്മുടെ കയ്യിലുള്ളൂ. ആ സമയത്ത് നഷ്ടപ്പെടുത്തിയാലൊന്നും വരണ്ട. അതുകൊണ്ട് അങ്ങനെ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഓർപ്പിക്കുക. ഞാൻ പറഞ്ഞു വന്നേ. അപ്പൊ നമ്മുടെ കയ്യിൽ വേണ്ട ഹാൻഡ് ബാഗിൽ വേണ്ട ഒരു സാധനമാണ് ഹെൽത്ത് കാർഡ്. അല്ലെ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹെൽത്ത് കാർഡ്, ഹാർട്ട് കാർഡ്, ഇപ്പൊ നമ്മുടെ വീട്ടിൽ കാർഡ്. പിന്നെ പാസ്പോർട്ടിന്റെ കോപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം കൊടുക്കാമെന്ന് പറഞ്ഞു. അതിന്റെ ഒരു കോപ്പി ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചേക്കുക. അതുപോലെ പണം അടച്ചതിന്റെ രസീറ്റുകളൊക്കെ ഇപ്പൊ ഓൺലൈനായിട്ട് ഉണ്ട്. എങ്കിലും അതിന്റെ പ്രിന്റ് ഉണ്ടെങ്കിൽ ഒരു ഫയൽ, ചെറിയൊരു ഫയൽ ഉണ്ടാക്കിയിട്ട് നമ്മളെ കാണും. ചെറിയ ഫയൽ, വലിയ ഫയലിന് വേണ്ടി ഒത്തിരി സ്ഥലം കളയരുത്. ഒരു ചെറിയ ഫയലിൽ വെക്കുക. പിന്നെ ഒന്നാണ് നമുക്ക് മൊബൈല് എന്ന് അത്യാവശ്യമാണ്. അതിന്റെ മൊബൈൽ ചാർജർ, പവർ ബാങ്ക് ഉപയോഗിക്കുന്നുണ്ട്. പവർ ബാങ്ക് അവിടെ എപ്പോഴും കുത്താൻ അവസരം കിട്ടും. ഇങ്ങനെ പവർ ബാങ്ക് ഉള്ളവർ അതെടുക്കുക. ഇത് നമുക്ക് ദ്രാവക രൂപത്തിലുള്ള ഒരു വസ്തുവും നമ്മുടെ ഫ്ലൈറ്റിൽ അനുവദിക്കില്ല. നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണ്? അത് തുള്ളിയായിട്ട് ചാടി വിമാനത്തിൽ അപകടമൊക്കെ. അതുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ മൂത്രമൊഴിക്കൽ വരെ നമ്മൾ എയർപോർട്ടിൽ നടത്തുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ പരമാവധി നമ്മുടെ എയർപോർട്ടിൽ വെച്ച് അല്ലെങ്കിൽ ക്യാമ്പിൽ വെച്ച് ഇതെല്ലാം പൂർത്തീകരിക്കണം. വളരെ അത്യാവശ്യമുള്ളവ മാത്രമേ എന്ത് ചെയ്യാവൂ, ഈ ഫ്ലൈറ്റിലെ ടോയ്ലറ്റ് ഉപയോഗപ്പെടുത്താവുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെയാണ് എന്തിന്റെ കാര്യം, വെള്ളം ദ്രാവക രൂപത്തിൽ, എണ്ണ ദ്രാവകം, അങ്ങനെയുള്ള കാര്യം. അപ്പൊ ദ്രാവക രൂപത്തിലൊന്നും ഒന്നും കൊണ്ടുപോകരുതെന്നാണ് നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് നിർദ്ദേശമല്ല, പലരും ചെയ്യുന്ന കാര്യം. ഹാജിമാരൊക്കെ ചേച്ചിമാരൊക്കെ ചെയ്യുന്ന അത്യാവശ്യം എന്ത് ചെയ്യും, അച്ചാറ്, വെളിച്ചെണ്ണയൊക്കെ കൊണ്ടുപോകേണ്ടവരുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മളോട് പറഞ്ഞെങ്കിൽ പോലും പലരും അത്യാവശ്യം ചെയ്യുന്ന ഏറ്റവും സേഫായി ഈ കുക്കറിൻ്റെ അകത്തൊക്കെ വെച്ചിട്ടാണ് പലരും കൊണ്ടുപോകുന്ന കാണുന്നത്. ഏതായാലും ദ്രാവക രൂപത്തിലുള്ള സാധനം കൊണ്ടുപോയി നമുക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ഞാനിത് പറഞ്ഞപ്പോൾ ഞാനൊരു ദിവസം തൊടുപുഴ ക്ലാസ് എടുത്തു. എൻ്റെ ഭാര്യയുടെ അമ്മയും പോകുന്നുണ്ടായിരുന്നു. അമ്മ അവർ അനഫി ഇതാണല്ലോ, ഉമ്മ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വന്ന് ഈ വണ്ടിയിൽ ഈ എയർപോർട്ടിലേക്ക് കയറാൻ നേരത്തെ ഇവരുടെ ബാഗ് കൊണ്ടുവന്നു. അപ്പം തന്നെ പൊട്ടി. നോക്കിയപ്പോൾ ഈ പറഞ്ഞ വെളിച്ചെണ്ണ അച്ചാറെല്ലാം കൂടെ പൊട്ടി ഒലിച്ചും കൂടെ വരിക. നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് വെച്ച്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ കാര്യത്തിൽ വളരെ അത് ഒന്ന് ഓർപ്പിച്ചു എന്നുള്ളൂ. ഈ അങ്ങനെ വല്ലതും കൊണ്ടുപോകണം എന്ന് നിർബന്ധമുള്ളവർ കുക്കറിൻ്റെ അകത്തോളം വെച്ച് അടച്ച് സേഫായിട്ട് വേണം കൊണ്ടുപോകാൻ. അതുപോലെ വാട്ടർ ബോട്ടിൽ നമ്മുടെ ലഗേജിൽ യാതൊരു വെക്കരുത്. നമ്മുടെ ഹാൻഡ് ബാഗിൽ എന്ത് ചെയ്യാം, ചെറിയൊരു വെക്കാം. ചിലപ്പോൾ അവർ മേടിച്ച് കളഞ്ഞാലും 1 ലിറ്ററിന്റെ കുപ്പി, അല്ലാതെ ബൾക്കായിട്ട് അതൊന്നും പാടില്ല. പണ്ട് ചുമമരുന്നിന്റെ കാര്യം ഷാജഹാൻ പറഞ്ഞല്ലോ. ചുമമരുന്ന് അവിടെ കൊണ്ടുപോയി ഒരാള് സഹായിക്കാൻ കൊണ്ടുപോയതാ, പക്ഷെ പോലീസ് പിടിച്ചു. 100 കണക്കിന് ചുമമരുന്ന് എല്ലാവർക്കും ഉപകാരപ്പെട്ടതുകൊണ്ട് നമുക്ക് അങ്ങനെ കൊണ്ടാൻ അധികാരമില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ വാട്ടർ ബോട്ടിലൊക്കെ നമ്മൾ കരുതിയാൽ ചിലപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ കുടിക്കാൻ വേണ്ടി. അപ്പൊ തിരിച്ചു വരുമ്പോഴും അതുപോലെ, ഇവിടുന്ന് പോകുമ്പോൾ തന്നെ തിരിച്ചു വരുമ്പോൾ നമുക്കുള്ള സംസം വെള്ളം എയർപോർട്ടിൽ നമുക്ക് തരിക. ഇങ്ങോട്ട് ഈ ലഗേജിൽ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുവരാൻ നമുക്ക് അധികാരമില്ല. എങ്കിലും ചിലരെന്ത് ചെയ്യും, ഇതിന്റെ അത്യാവശ്യ സാധനം കുട്ടികളെ തന്നെ നമ്മുടെ കയ്യിൽ കാണാൻ പാകത്തിന് വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ വാട്ടർ ബോട്ടിലായിട്ട് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നമുക്ക് വേണമെങ്കിൽ കുടിക്കാം, അല്ലെങ്കിൽ കളയാം. അപ്പൊ അതുകൊണ്ട് ലഗേജിൽ യാതൊരു ഇതുപോലുള്ള സാധനങ്ങൾ വെക്കാൻ പാടില്ല. അത് പൊളിക്കും, നമ്മുടെ ഇത് മേടിച്ചെടുക്കും, ഓർക്കുക. പിന്നെ മറ്റൊന്ന് നമുക്കറിയാം, കണ്ണട ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതാണ്, കണ്ണട ഈ കൂടിയ കണ്ണടയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് കരുതുക. 10,000-6,000 രൂപയുടെ അല്ലെങ്കിൽ വലിയ വിലയുടെ കണ്ണടയായിരിക്കും. നമ്മൾ വായിക്കുന്ന ഗ്ലാസ് 200 രൂപ കൊടുത്താൽ കിട്ടും. അതായത് റീഡബിൾ ഗ്ലാസ്. അത് ഓർമ്മ കരുതുക. കാരണം ഇത് മിസ്സായി പോയാൽ അല്ലെങ്കിൽ ഇത് നമ്മുടെ റൂമിൽ വെച്ചിട്ട് നമുക്ക് സ്ഥിരം യൂസ് ചെയ്യാൻ ഉപയോഗപ്പെടും എന്നുകൊണ്ട് ഒരു ചെറിയ ഒരു എക്സ്ട്രാ കണ്ണട വാങ്ങുക. കുറഞ്ഞ കണ്ണട വാങ്ങാവുള്ളൂ, കാരണം മിസ്സായി പോവാം. അതോടൊപ്പം കണ്ണടയ്ക്ക് എന്ത് ചെയ്യുക, എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് ചെരട്. ചെരട് നമ്മുടെ ഈ കടയിൽ കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും. ഈ സാധനം കൊടുത്ത് ഇങ്ങനെ കൊടുക്കുക. കാരണം ഞാൻ ഫസ്റ്റ് 2014 പോകുന്ന സമയത്ത് ഞാൻ ഈ ഹജ്ജിനന്ന് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരുന്നു. നമ്മുടെ കണ്ണൊക്കെ ശരിയാണോ എന്ന് പരിശോധിക്കണമല്ലോ. അങ്ങനെ പരിശോധിച്ചപ്പോൾ നിങ്ങൾക്ക് ചെറിയ കാഴ്ചക്കുറവുണ്ടെന്ന് പറഞ്ഞു. വെള്ളെടുത്താണ്, വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് കണ്ണട വെക്കാൻ പറഞ്ഞു. കണ്ണട വെച്ചു. നമുക്ക് സർക്കാരിൽ നിന്ന് 1,500 രൂപ കിട്ടുമല്ലോ കണ്ണട വെക്കാൻ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടും. അങ്ങനെ ഈ കണ്ണട മേടിച്ച് ഞാൻ ഫസ്റ്റ് വെച്ചു. അപ്പൊ ചെന്നപ്പോൾ ഒരു കാഞ്ഞിരപ്പള്ളി ഒരു ഹാജി ഒരു ബാഗ് അദ്ദേഹത്തിന് ഒന്ന് എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു. എടുത്തു കൊടുത്ത് കുനിയിലും കണ്ണടയാടിപ്പോയി. പിന്നെ എനിക്ക് ആ 40 ദിവസത്തേക്ക് അത് ഉപയോഗപ്പെടുത്തില്ല. കാരണം നമുക്ക് ഈ അറബിയൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. പിന്നെ അന്ന് ഇതുപോലെ ഈ മൊബൈൽ ചാർജ് ചെയ്യാൻ ഈ സംവിധാനം ഇല്ല. ചെറിയ കാർഡ് മേടിക്കണം, ചെറുതായിട്ട് നോക്കി ചിരണ്ടി ഉപയോഗിക്കണം. ഇതൊന്നും ഉപയോഗപ്പെടാതെ. അതുകൊണ്ട് ഈ ചിരട് ഉപയോഗിച്ചാൽ, പിന്നീട് ഞാൻ ചിരട് ശീലമാക്കി. ചിരട് ഉപയോഗിച്ചാൽ നമുക്ക് ചാടിപ്പോവാതിരിക്കും. ഇതിങ്ങനെ എല്ലാം ഉപയോഗപ്പെടും, അത് ഓർക്കുക. നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും പറയുന്ന ഒരു കാര്യമാണ്,
ഹാജി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തൃശ്ശൂരൊക്കെ ഒത്തിരി ഗൾഫുകാരുള്ളതാണ്. ഞങ്ങളുടെ അടുത്തൊക്കെ കർഷകരാണ് ഇടുക്കി എന്നൊക്കെ പറഞ്ഞാൽ. ഇവിടെ മൊത്തം ഗൾഫുകാരുടെ ഏരിയ ആണല്ലോ. അപ്പൊ നമ്മുടെ ആരെങ്കിലും ഒക്കെ സ്വന്തക്കാർ അവിടെ ഉണ്ടാവും അല്ലേ? ഈ സ്വന്തക്കാർക്ക് കൊടുക്കാൻ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ തന്നുവിടാൻ സ്വാഭാവികമായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് അവർ ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ഹജ്ജ് കമ്മിറ്റിയുടെ കർശന നിർദ്ദേശമുള്ളത് നമുക്കറിയാം. ഇന്ന് കേരളത്തിലെ ഏറ്റവും ചർച്ചയായ വിഷയവും നമുക്കറിയാം. എന്താണ്? ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ യാതൊരു കാരണം ഏറ്റവും അടുത്ത ബന്ധുവിന്റെ ആണെങ്കിൽ പോലും ഹജ്ജിന് പോകുന്നയാൾ നമ്മൾ പറയണം, അങ്ങനെ നിർദ്ദേശം ഉണ്ടെന്ന് പറയണം, ഒരു സാധനവും ആരിൽ നിന്നും വാങ്ങാതിരിക്കുക, നമ്മുടെ ലഗേജ് വെക്കാതിരിക്കുക. ലഗേജ് പാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചായിരിക്കുക. ഒന്നുപോലെ നമ്മൾ തന്നെ പാക്ക് ചെയ്യുക. ഇച്ചിരി സ്പീഡ് കൂടുതലല്ലേ? അപ്പൊ നമ്മൾ തന്നെ പാക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ മക്കൾ പാക്ക് ചെയ്യണം, നമ്മൾ തൊട്ടടുത്തുണ്ടാകുക കേട്ടോ. അതുപോലെ ഈ കാര്യം അങ്ങോട്ട് പോകുമ്പോൾ മാത്രമല്ല, തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ചാവക്കാടുകാരൊക്കെ നമ്മുടെ റൂമിലൊന്ന് സന്ദർശിക്കാൻ വരും. എന്നെ സാധനമൊക്കെ മേടിച്ചൊക്കെ തരും. നമ്മുടെ മുമ്പിൽ വെച്ച് ഈത്തപ്പം മേടിച്ചെന്നാ ഓക്കെ. അവർ പൊതിഞ്ഞു കൊണ്ടുവരുന്ന ഒരു സാധനവും എത്ര അടുത്ത ബന്ധുവാണെങ്കിലും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ അനുവാദമില്ല. അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ അടുത്ത ബന്ധുക്കളാണ് ഇപ്പോൾ ഇങ്ങനെ ഹജ്ജ് കമ്മിറ്റിയുടെ ട്രെയിനർ SHI വഴക്ക് പറയും എന്ന രൂപത്തിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. നിർബന്ധമായും നമ്മൾ പാലിക്കപ്പെടണം. പലർക്കും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുകൊണ്ടാണ് പ്രത്യേകം സൂചിപ്പിക്കുന്നത്. പിന്നെ മരുന്ന് ഉപയോഗിക്കുന്നവരാണ് പലരും. മരുന്ന് കഴിക്കുന്ന ഒത്തിരി പേരുണ്ടാരും. അല്ലാഹു തആല എല്ലാവിധ അസുഖങ്ങളെയും തന്ന് നമുക്ക് ശിഫ നൽകുമാറാട്ടെ. അപ്പൊ നമ്മുടെ മരുന്ന് നമ്മൾ കൊണ്ടുപോകുന്നത് നമുക്ക് 3, അപ്പൊ 2 ലഗേജ് ഉണ്ട്, ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോൾ തന്നെ ഡോക്ടറെ കാണുക, അന്നേരത്തേക്ക് ആക്കണ്ട. ഡോക്ടറെ കാണുക, 60 ദിവസത്തേക്കുള്ള മരുന്ന് സ്പെഷ്യലായിട്ട് വാങ്ങുക. നേരത്തെ പറഞ്ഞതാണ് 3 പൊതിയാക്കുക, 3ലും വെക്കുക. ഒറിജിനൽ എന്ത് ചെയ്യുക? ഒറിജിനൽ ആ പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ ഹാൻഡ് ബാഗിൽ വെക്കുക, അതിൽ കോപ്പി എടുത്ത് ലഗേജുകളിലും വെക്കുക. ഇനി ആയുർവേദ മരുന്നൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ബൾക്കായിട്ട് കൊണ്ടുപോകരുത്. അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന സാധനം അതും കൊണ്ടുപോകാൻ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. ഹോമിയോ ഉപയോഗിക്കുന്നവർക്കും അങ്ങനെ ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചു, നമ്മുടെ ഈ ഇൻസുലിൻ എടുക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ടി മാത്രം പറയാണ്. 200 മില്ലിയിൽ അധികമല്ലാത്ത ഡ്രൈ ഐസ് ഉപയോഗിച്ച് പാക്ക് ചെയ്ത് ഹാൻഡ് ബാഗിൽ വെക്കുകയും വിവരം എന്ത് ചെയ്യണം? നമ്മുടെ ഒപ്പമുള്ള ഹജ്ജ് ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തോട് പറയുകയും ചെയ്യണം. അതുപോലെ നേരത്തെ ഇൻഫർമേഷൻ കൊടുക്കണം. സിറിഞ്ചുകൾ മാത്രം ഹാൻഡ് ബാഗിലും തുടർന്ന് ആവശ്യമായത് ലഗേജിലും വെക്കുക. ഏത് യാത്രയുടെ സമയത്തും ആവശ്യമുള്ളത് മാത്രം ഹാൻഡ് ബാഗ് വെക്കുക, മറ്റേക്കെ ലഗേജ് വെക്കുക. ഒറിജിനൽ പ്രിസ്ക്രിപ്ഷനും ബില്ലും ഹാൻഡ് ബാഗിലുണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി അല്ല ഇത് പറഞ്ഞത്. അതായത് ഇങ്ങനെ ഇൻസുലിൻ ഉപയോഗിക്കുന്ന 1-2 പേര് പിന്നെ അതുണ്ടാവും, അവരെ ഇങ്ങനെ ഉപയോഗപ്പെടുത്തുക. നേരത്തെ നമ്മുടെ ഹജ്ജ് ഇൻസ്പെക്ടർ അറിയിക്കണം, അവരതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു. പിന്നെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സിലും ഞങ്ങൾ വർഷങ്ങളായിട്ട് പറയും, നിരോധിക്കപ്പെട്ട ഒരു വസ്തുവും കൊണ്ടുപോകുന്നു. നമ്മൾ നിരോധിക്കപ്പെട്ട കാര്യത്തിനല്ല പോകുന്നത്. ആരും ഹജ്ജ് യാത്രയ്ക്ക് പോകുന്ന നല്ല കാര്യത്തിനാണല്ലോ. നിരോധിക്കപ്പെട്ട വസ്തു ഒരു ഹജ്ജിയും കൊണ്ടുപോവുകയില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ നിർദ്ദേശം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന് സൂചിപ്പിക്കുക, ഒന്ന് ഓടിച്ച് പറയാം. ഒന്ന്, തീ പിടിക്കുന്ന വസ്തുക്കൾ, ലൈറ്റർ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവില്ല. ലൈറ്റർ ഒന്നും അതിൻ്റെ അകത്ത് കരുതരുത്. കഷ്കശ നമ്മൾ ഈ ജ്യൂസൊക്കെ അടിക്കുമ്പോഴും പിന്നെ ഈ മരുന്നിനൊക്കെ മരുന്നല്ല, ഈ UP-ലൊക്കെ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഈ പാചകത്തിനും അതുപോലെ ജ്യൂസ് അടിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ. അതുപോലെ മയക്കുമരുന്നുകൾ, ആയുധങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങൾ, തീവ്രവാദ സ്വഭാവമുള്ള പുസ്തകങ്ങൾ നോട്ട് ചെയ്ത് അത് ശ്രദ്ധിക്കണം. നമുക്ക് വായിക്കാനുള്ള അത്യാവശ്യ പുസ്തകങ്ങൾ, മനാസിക്, അതായത് ഹജ്ജിന്റെ നമുക്കറിയാം അമലുകളിലെല്ലാം പ്രവർത്തനങ്ങളാണ്, ഓതലൊന്നും അല്ലല്ലോ. നമുക്കറിയാലോ, എല്ലാം പ്രവർത്തനങ്ങളല്ലേ, ഓട്ടം, ചാട്ടം, നടത്തം, അങ്ങനെയുള്ള ഇതാണല്ലോ. അപ്പൊ എങ്കിൽ പോലും ചിലർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ മലയാളത്തിലൊന്നും ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അറബിയിലൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് സ്വന്തമായി അല്ലാത്ത ഈ ബുക്ക് ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് ചെറിയൊരു മനാസിക്ക് കരുതുന്ന ഒരു ബുക്ക്, ഈ ഹജ്ജിന്റെ ബുക്ക്, ചെറിയ ബുക്ക് കരുതുക. അപ്പൊ നമുക്ക് എല്ലായിടത്തും എന്ത് ചെയ്യും, നിന്ന് തന്നെ നമുക്ക് അത് ഓതുന്നതിനൊക്കെ സാധിക്കും. പക്ഷേ നമ്മൾ ഒത്തിരി പുസ്തകങ്ങൾ, അതായത് ഈ പല പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ സൗദി ഗവൺമെന്റിന് ഇഷ്ടപ്പെടാത്ത പുസ്തകം അതിൻ്റെ ഉണ്ടാവാൻ പാടില്ല, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ മുമ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഹജ്ജില് ഇഹ്റാമിന് കല്ലെറിയാൻ പോകുമ്പോൾ ഇന്ത്യയുടെ പതാകയുമായിട്ടാണ് പോകുന്നത്. കാരണം നമ്മൾ ഇന്ത്യക്കാരാണെന്ന് കാണിക്കാൻ. ഇപ്പോൾ അവരത് നിരോധിച്ചിട്ടുണ്ട്. പതാക നമുക്ക് കൊണ്ടുപോകാൻ അത് കാര്യമില്ല. ഈ ആപ്പിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു അല്ലേ? നമുക്ക് ഈ ഹജ്ജിന്റെ അപേക്ഷ കൊടുക്കുമ്പോൾ ഇമെയിൽ ID കൊടുത്തിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹജ്ജിന്റെ വിസയുടെ കോപ്പി നിങ്ങളുടെ ഇമെയിൽ ID വന്നിട്ടുണ്ട്. പക്ഷെ ഹജ്ജ് കവർ ഹെഡിന്റെ നമ്പർ മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മെയിൽ ID-യിലേ വരത്തുള്ളൂ, മറ്റുള്ളവരുടെ കാണത്തില്ല. അപ്പൊ ഈ ഹജ്ജ് സുവിധ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാം, ഇവർക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ ആപ്ലിക്കേഷൻ എല്ലാ ഹാജിമാരും അവരുടെ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് ഹജ്ജിനെ അപേക്ഷിക്കുമ്പോൾ ഉപയോഗിച്ച ഒരു യൂസർ ID ഉണ്ട് അല്ലേ, ആ MPIN ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. അപ്പൊ അറിയാവുന്ന കുട്ടികളുടെയൊക്കെ സഹായം നമ്മൾ ആ കാര്യത്തിൽ ഉപയോഗിക്കുക.
ഒരു കവറിലുള്ള മുഴുവൻ ഹാജിമാരും കവർ ഹെഡിന്റെ യൂസർ ഐ ഡിയും എംപിനും ഉപയോഗിച്ചാണ് ഉപയോഗിക്കേണ്ടത്. സ്മാർട്ട് ഫോൺ ബുദ്ധിമുട്ടുണ്ടെന്നില്ല, സാധാരണ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗപ്പെടുന്ന ഒരു കാര്യം എന്നല്ലേ പറഞ്ഞു തന്നുള്ളൂ. ഹാജിമാരെ അനുഗമിക്കുന്ന SHI സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ താമസിക്കുന്ന ബിൽഡിംഗ്, റൂം നമ്പർ, പിന്നെ ബിൽഡിംഗ് ലൊക്കേഷൻ, CCയിലെ ഹോസ്പിറ്റൽ ലൊക്കേഷൻസ്, അത്യാവശ്യം വേണ്ട എമർജൻസി കോൺടാക്ട് തുടങ്ങി അറിയുന്നതിനും അത്യാവശ്യം മെസ്സേജുകൾ, പരാതികളൊക്കെ അയക്കാനും ഈ സുവിധ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗപ്പെടും. അത് എല്ലാവരും ഒന്ന് എന്ത് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാനും അതിനകത്ത് അവസരമുണ്ട്. അറബിയിലാണ്, മലയാളത്തിലേക്ക് ഇംഗ്ലീഷിലൊക്കെ തർജ്ജമ ചെയ്യാനും അവസരമുണ്ട്. അപ്പൊ ഭാഷ അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നം വരുന്നില്ല. അതുപോലെ തന്നെ വേറൊരു സാധനമാണ് വേറെ ആക്റ്റീവ് ചെയ്യേണ്ടത്, നുസുക്ക് കാർഡ്. അതായത് ഞാൻ പറഞ്ഞില്ല, നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിൽ എത്തുമ്പോൾ നമുക്ക് കുറച്ച് മാലകളൊക്കെ തരും, നമ്മൾ തിരിച്ചറിയ രേഖകൾ. ഇതുപോലെ മുത്തോഫിന്റെ അടുത്ത് ചെല്ലുമ്പോൾ തരുന്നൊരു സാധനമാണ് നുസുക്ക് കാർഡ്. അതായത് നമ്മൾ അവിടുത്തെ പണ്ട് യക്കാമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മളവിടെ താമസിക്കുന്ന ആപ്പോസിലേക്ക് നമുക്ക് ഹജ്ജിനുള്ള ഒരു അനുവദിച്ചിരിക്കുന്നു എന്നുള്ള രൂപത്തിൽ തരുന്ന, ഇവിടുന്ന് വിസ ഉണ്ടെങ്കിലും മുത്തോഫ് നിർബന്ധമായിട്ടും കയ്യിൽ കരുതേണ്ട കാര്യമാണ്. പുറത്തു പോകുന്ന എല്ലാ സമയത്തും നുസുക്ക് കാർഡ് നമ്മുടെ കയ്യിൽ വേണം. നമ്മുടെ എല്ലാ രേഖ എൻ്റെ അകത്തുണ്ട്. പണ്ട് വളയുടെ കാര്യം ഷാജാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഒരു വള, സ്റ്റീൽ വള എന്ന് പറഞ്ഞ പോലെയുള്ള കാർഡാണത്. അത് കാർഡാണ് നിർബന്ധമായിട്ടും വേണം. അതിൻ്റെ ടാഗ് ഇളകിപ്പോകാൻ സാധ്യതകളുണ്ട്. സേഫ്റ്റി പിന്നോ നൂലോ ഉപയോഗിച്ച് നമ്മുടെ പഴയ കാർഡുകളുണ്ടല്ലോ ഈ ക്യാമ്പിൽ വെച്ച് തരുന്നത്, ഈ ക്യാബിനോട് പിൻ ചെയ്ത് വെക്കുക. അപ്പം ശ്രദ്ധിക്കണം. ഈ സ്മാർട്ട് ഫോൺ ഉള്ളവർക്ക് നുസുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സൗദിയിൽ എത്തിയ ശേഷം സൗദി മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ആക്ടിവേഷൻ ആക്കി പാസ്പോർട്ടും വിസ നമ്പറും ഒക്കെ നൽകി നുസുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഈ മൊബൈൽ ശരിയായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗപ്പെടുത്താം. ഇനി ഫ്ലൈറ്റ് ഷെഡ്യൂൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നോസ പോണേന്ന് എല്ലാവർക്കും അറിയാലേ. മെയ് 16 പോകുന്നവരൊന്ന് കൈവെക്കാമോ? കുറച്ച് പേരുണ്ട് ഫസ്റ്റ് ഫ്ലൈറ്റിൽ. ബാക്കിയുള്ളവരെ ചോദിക്കാം. അപ്പൊ ഈ ഫ്ലൈറ്റിന്റെ ഷെഡ്യൂൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ എത്തിച്ചേരേണ്ട സമയം 24 മണിക്കൂർ മുമ്പാണെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, SHI സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് കേരളത്തിലെ, അദ്ദേഹം വിളിക്കുന്നതനുസരിച്ച് പോയാൽ മതി. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഫ്ലൈറ്റ് റിപ്പോർട്ടിംഗ് ടൈം ഞാൻ ആദ്യം സൂചിപ്പിച്ചു 48 മണിക്കൂർ 24 മണിക്കൂർ മുമ്പായിരിക്കും അദ്ദേഹം പറയുന്ന ടൈമിൽ. ഒരു ദിവസം തന്നെ 2-3 ഫ്ലൈറ്റ് ഉള്ളപ്പോൾ വ്യത്യസ്തമായ സമയമായിരിക്കും റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ ടൈം അറിയിക്കുന്നതനുസരിച്ച് കൃത്യമായ റിപ്പോർട്ടിംഗ് ടൈമിൽ നമ്മൾ പോകണം. നമുക്ക് വളരെ അടുത്താണ് നെടുമ്പാശ്ശേരി. അപ്പൊ നമുക്ക് ഇപ്പൊ 2 മുതൽ 4 വരെ എന്ന് വെച്ചാൽ നമുക്കൊരു 2:30 ആകുമ്പോഴേക്കും നമ്മൾ അവിടെ ചെല്ലണം. ആ രൂപത്തിൽ ചെല്ലുക. യാത്ര ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിനെ കുറിച്ച് നമ്മുടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചുകൊണ്ട് കിടക്കുന്നില്ല. നമ്മളെ ഹജ്ജ് ക്യാമ്പിൽ എത്തിയാൽ നമ്മള് വളയുടെ കാര്യം ആദ്യ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒരു സ്റ്റീൽ വള തരും, കുറച്ച് ഐഡന്റി കാർഡുകൾ തരും, ഈ പാസ്പോർട്ടിനും കൂടെ തരും തോന്നുന്നു. ഈ വള മാത്രം എന്ത് ചെയ്യുക, നമ്മൾ കുളിക്കുമ്പോൾ ഉപയോഗിക്കാം, അല്ലാത്ത സമയത്ത് എല്ലാം ഉപയോഗിക്കാം. നമ്മുടെ ചെറിയ കോഡ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമേ ഉപയോഗിക്കാവുള്ളൂ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ അത് പ്രത്യേകം ഓർക്കുക. അതുപോലെ നമ്മൾ ഹജ്ജ് ക്യാമ്പിൽ ചെയ്യുന്ന പ്രധാന കാര്യം, ഈ സാങ്കേതിക കാര്യം നമ്മൾ പറഞ്ഞു, എന്താണ് പാസ്പോർട്ട് വിസാനൊക്കെ തരും. ഇനി പ്രധാന കാര്യം നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹജ്ജിന് വേണ്ടി നേരത്തെ തന്നെ ഇഹ്റാം ചെയ്യുന്നവരുണ്ട്. വളരെ വലിയ പണ്ഡിതന്മാരൊക്കെ പണ്ഡിതന്മാർ ഇവിടുന്ന് ആലുവയിൽ നിന്നൊക്കെ പോയ പല പണ്ഡിതന്മാരും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഈ ഇഹ്റാമിൽ ഒത്തിരി നാൾ കഴിയാൻ താമസമുള്ളത് കൊണ്ട്, ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അടുത്ത ദിവസങ്ങൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോയതിനു ശേഷമാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത്. വീട്ടിൽ നിന്ന് പോണോ, ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ വരണ്ട കേട്ടോ. വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏത് കാലം വെച്ചാൽ ഇറങ്ങണേ വീട്ടിൽ നിന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ കാലം വെച്ച് ബസ്സിൽ വണ്ടിയിൽ കയറുന്നു, എന്നിട്ട് അവിടെ എത്തുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞു വന്ന ഇഹ്റാമിലല്ല, സാധാ വസ്ത്രത്തിലാണ് വരുന്നത്. അപ്പൊ നമ്മളവിടെ താമസിച്ച് നമുക്ക് കുറച്ച് ക്ലാസ്സുകളൊക്കെ ഉസ്താദന്മാരെ, പഴയ മെമ്പർ തൊടിയൂർ മുഹമ്മദ് പണ്ഡിതന്മാരൊക്കെ അവിടെ ഉണ്ട്. ഇവരൊക്കെ നമുക്ക് ചില നസീഹത്തൊക്കെ നൽകും. നമുക്ക് എല്ലാ ദിവസവും ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്, ഭക്ഷണ സൗകര്യമുണ്ട്. നമ്മൾ കൂടെ വരുന്നവർക്കില്ല, ആജിമാർക്ക് ഭക്ഷണ സൗകര്യമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളവിടെ ഒരുമിച്ച് കൂട്ടി നമ്മൾ ഉസ്താദന്മാരുടെ ഒരു ക്ലാസ് ഉണ്ട്. ഞങ്ങളുടെ ക്ലാസ്സല്ല, ഉസ്താദന്മാരുടെ സാങ്കേതികമായിട്ട് ഇങ്ങനെ ഉംറയുടെ നെയ്യത്തിൻ്റെതാണ്. ഇതൊക്കെ നമ്മൾ അറിയില്ല എന്നുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതെല്ലാം പറഞ്ഞു തരും. ഇതെല്ലാം പറഞ്ഞു തന്ന് നമ്മൾ നെയ്യത്ത് ചെയ്ത് ഇഹ്റാമിലെ വസ്ത്രത്തിലേക്ക് മാറി അവിടെ കുളിക്കാനും കുളിപ്പിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. കുളിപ്പിക്കുന്നതിനുള്ള സൗകര്യം എന്ന് വെച്ചാൽ എല്ലാ ഹാജിമാരെയും വളരെ ഭംഗിയായി അവർ എണ്ണയൊക്കെ തേച്ച് നമ്മുടെ വോളണ്ടിയർമാർ, നമ്മൾ ഹജ്ജിന് സേവനം ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സേവന സന്നദ്ധരായിട്ട് നിൽക്കുക നിങ്ങളുടെ ഒരു ദുആയ്ക്ക് വേണ്ടി. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മളെ എല്ലാ ദുആയും നല്ല ദുആകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്തു. നമ്മൾ ഉംറയ്ക്കുള്ള വേഷത്തിലാണ്, ഉംറ ഇഹ്റാം ചെയ്ത് നമ്മൾ നെയ്യത്ത് ചെയ്ത് ഇഹ്റാം ചെയ്ത് ആ വേഷത്തിലാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുന്നത്. ഫ്ലൈറ്റിൽ നമ്മുടെ കൂടെ തലേദിവസം തന്നെ, നിങ്ങൾ 24 മണിക്കൂറാണെങ്കിൽ 48 മണിക്കൂർ തന്നെ ഞങ്ങൾ ഹജ്ജ് കമ്മിറ്റി നിയോഗിച്ചിരിക്കുന്ന നിങ്ങളുടെ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ അവിടെ ഉണ്ട്.
നിങ്ങൾ എവിടെ എത്തി? നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. അപ്പൊ അദ്ദേഹവുമായിട്ടൊരു കോൺടാക്ട് എത്തണം. പെണ്ണുങ്ങളാണെങ്കിൽ ലേഡീസ് ആണെങ്കിൽ ലേഡീസിനുള്ള വോളണ്ടിയർ ഉണ്ട് കേട്ടോ. നമ്മുടെ തൃശ്ശൂരുള്ള സമീറ ഷക്കീർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് വോളണ്ടിയർ ആയിട്ടുണ്ട്. അപ്പൊ അവരും വിളിക്കും, സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അദ്ദേഹമായിട്ടൊരു കോൺടാക്ട് വരുന്നത് വളരെ നല്ലതാണ്. ഇദ്ദേഹം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. നമ്മൾ ആ ഫ്ലൈറ്റിൽ 290-300 പേരോളം ഉണ്ട്, അല്ലെങ്കിൽ 280 പേരുണ്ടാവും. ഇപ്പൊ ഇവരുടെ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച് അതിന് നമ്മൾ രണ്ടായിട്ട് തിരിച്ച് 2 വോളണ്ടിയേഴ്സ് ഉണ്ടാവും ഒരു ഫ്ലൈറ്റിൽ. അപ്പൊ ഇവരെ നമ്മൾ എന്ത് ചെയ്യും, ഇവരുടെ നിർദ്ദേശങ്ങൾ എന്ത് കാര്യത്തിനും ഇത്ര നാൾ നമുക്ക് ട്രെയിനർമാരുണ്ടായിരുന്നു, അവർ പിന്മാറി ഇനി നമ്മൾ SHI ആയിട്ടാണ് ബന്ധം. ഞങ്ങളെ മറക്കണം എന്നല്ല, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ അവരാണ് ഇനി നമ്മളെ അവരുടെ ചാലാക്കുന്നവരാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഉംറ അവസരത്തിൽ മാറി നമ്മൾ എന്ത് ചെയ്യുന്നു, പിറ്റേന്ന് ഇതുപോലെ വിമാനത്തിലേക്ക് നമ്മളെ എന്ത് ചെയ്യുന്നു, ബസ്സുകളിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാര്, അതായത് ഇപ്പൊ നേരത്തെ സംസാരിച്ച ഷക്കീർ സാറിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ സേവനം ചെയ്യുന്നത്. ഇവര് നമ്മളെ വിമാനത്തിൽ കയറ്റുന്നു. വിമാനത്തിൽ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള, നമ്മൾ പെണ്ണുങ്ങൾ കൂട്ടുകൂടി അല്ലെങ്കിൽ ആണുങ്ങൾ കൂട്ടുകൂടി അല്ല കയറേണ്ടത്. നമ്മുടെ കവറിൽ ആരൊക്കെ ഉണ്ടോ, വിമാനത്തിലല്ല, നമ്മൾ ബസ്സിൽ ക്യാമ്പിൽ നിന്ന് വിമാനത്തിലേക്ക് പോകുമ്പോൾ നമ്മളൊരു ബസ്സിലേക്ക് കയറ്റുള്ളൂ. ഈ ബസ്സിൽ കയറുമ്പോൾ നമ്മുടെ കൂടെ കവറിലുള്ളവർ ഒരുമിച്ച് കയറുക. ഇല്ല ഒരാൾ വന്നില്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കുക, അടുത്ത ബസ്സിൽ കയറാം. അപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും അത് കീപ്പ് ചെയ്യുക. മിനയിലേക്ക് പോകുമ്പോൾ, അറഫയിലേക്ക് പോകുമ്പോൾ നമ്മൾ പുരുഷനും സ്ത്രീയും ഇടകലർന്ന് തന്നെ നമ്മൾ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഒരു കവറിലുള്ളവർ ഒരുമിച്ച്, മറ്റു കവറിൽ നമ്മൾ നോക്കണ്ട, ഒരു കവറിലുള്ളവർ ഒരുമിച്ചാണ് ഇവിടെ എല്ലാം കയറേണ്ടത്. ഇല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും അവിടെ നടപ്പാക്കുന്നത് തടസ്സം നേരിടും. പിന്നെ താമസം മാത്രം മുമ്പ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു കവറിലുള്ളവര്. ഇപ്രാവശ്യം ചിലപ്പോൾ അതായത് അടുത്തടുത്ത റൂമുകളിലേക്ക് മാറ്റാൻ ലേഡീസിനും പുരുഷന്മാർക്കും സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നേരത്തെ സൂചിപ്പിച്ച മരുന്നിന്റെ കാര്യം. കാരണം ഭർത്താവിന്റെ മരുന്ന് ഭാര്യയുടെ ബാഗിലാവാൻ പാടില്ല. മരുന്ന് അവരവരുടെ സാധനങ്ങൾ അവരവരുടെ ബാഗിൽ ഉണ്ടാകാൻ ശ്രദ്ധിക്കുക, അത് പ്രത്യേകം. വിമാനത്തിൽ നമ്മൾ ചെന്നു. അപ്പൊ നമ്മൾ നമസ്കാരം, ടോയ്ലറ്റിൽ പോകാനുള്ള പരമാവധി നമ്മളെ ക്യാമ്പിൽ ചെയ്യുക. എല്ലാവർക്കും സാധിക്കണമെന്നില്ല, ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ എയർപോർട്ടിൽ പൂർത്തീകരിക്കുക. വിമാനത്തിൽ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, മൂത്രം എന്നും പറഞ്ഞാൽ നമുക്ക് പിടിച്ചേക്കണമെന്നില്ല, അത്യാവശ്യം സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. വിമാനത്തിലുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കത് പരമാവധി 5.5 മണിക്കൂർ അല്ലെങ്കിൽ 5.25 മണിക്കൂർ യാത്ര വരുന്നു. ഈ സമയത്ത് ഉപയോഗിക്കാതിരുന്നാൽ ഉപകാരമായിരിക്കും. കാരണം നമുക്ക് ശുദ്ധിയും മറ്റു കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. നമുക്ക് ചില ഫ്ലൈറ്റുകൾ സുബിഹിയുടെ സമയത്തുണ്ട്. അപ്പൊ നമുക്ക് ക്യാമ്പിൽ നിസ്കരിക്കാൻ ചിലപ്പോൾ എയർപോർട്ടിലും ഒരു വിമാനമൊക്കെ ചിലപ്പോൾ ഒരു ഫ്ലൈറ്റ് മറ്റേ വിമാനത്തിൽ വെച്ച് നിസ്കരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പൊ ആ നിർദ്ദേശങ്ങൾ അവിടെ ഉസ്താദ്മാർ പറഞ്ഞു തരും, അതനുസരിച്ച് നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമസ്കാരം അവിടെ മറ്റു കാര്യങ്ങളൊക്കെ ഈ ക്യാമ്പിൽ വെച്ച് തന്നെ പരമാവധി പൂർത്തീകരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ അങ്ങനെ വിമാനത്തിലെത്തി. നമ്മള് ഈ ക്യാമ്പിൽ നിന്ന് നമ്മള് ഈ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ പരിശോധന, നമ്മൾ ആധാർ എടുത്തത് പോലെ ഗൾഫിലോട്ട് പോയവരോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നേരത്തെ ഉംറയ്ക്ക് പോയവരോട് പറഞ്ഞു തരേണ്ട കാര്യം. എന്ത് ചെയ്യും, നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്തവർക്കും അറിയാം എന്താണ്, നമ്മുടെ കൈരേഖകളും കണ്ണും നമ്മുടെ മൂക്കും ഒക്കെ അവിടെ നിന്ന് ചെറുതായിട്ട് പരിശോധിക്കും. അത് നമ്മൾ മാന്യമായി ക്യൂ നിന്ന് കൊടുക്കുക, നമ്മൾ പരിശോധിക്കും. അങ്ങനെ നമ്മുടെ പാസ്പോർട്ട് അവർ പരിശോധിക്കും. അതിനുശേഷം നമ്മളെ കയറ്റിവിടുന്നു. ഒക്കെ നമ്മളപ്പോൾ ഇഹ്റാമിലേക്ക് കയറിയപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എല്ലാ സമയത്തും ചൊല്ലാണ്ട് ഇപ്പോഴത്തെ ദിക്റല്ല, എന്താണ് നമ്മൾ ചൊല്ലേണ്ടത്, തൽബിയത്ത് അല്ലേ. ആ തൽബിയത്ത് നമ്മൾ അന്നേരമൊക്കെ നമ്മൾ ഉറക്കെ, സ്ത്രീകൾ പതുക്കെയും പുരുഷന്മാർ ഉറക്കെയും ചൊല്ലാൻ അവസരമുണ്ട്. എല്ലാവരും ഹാജിമാരാണ് ആ ടെർമിനലിൽ ഉണ്ടാകുക എന്നുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ഒന്നോട് ചെല്ലാം അല്ലേ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. മലയാളത്തിൽ മിക്കവാറും SHIമാര് നല്ല മിടുക്കന്മാരൊക്കെ ആണെങ്കിൽ പറയും, മലയാളത്തിൽ തന്നെ അവരുടെ മൈക്ക് മേടിച്ചിട്ട് പറയും. ഇല്ലെങ്കിൽ എയർ ഹോസ്റ്റസ്മാർ പറയും. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഉറങ്ങി പോയിരിക്കാം, മീക്കാത്ത് കടന്ന് നമ്മൾ പോകും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ തന്നെ ഇഹ്റാം ചെയ്തിരിക്കുന്നത്. മീക്കാത്തിൽ വെച്ച് നമ്മൾ നെയ്ത്ത് ചെയ്യണം, അതിന് മുമ്പ് തന്നെ നമ്മൾ നെയ്ത്ത് ചെയ്തിരിക്കണം. അപ്പൊ അത് നമ്മൾ ഓൾറെഡി ഓക്കെ. അപ്പൊ നമ്മൾ ഈ അറവുമായി ബന്ധപ്പെട്ട് ഉസ്താദ്മാർ പറയേണ്ട കാര്യമാണ് ഞാൻ പറയേണ്ടത്. എന്നാലും സൂചിപ്പിക്കണം, നമ്മളൊരു പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പലരും ഈ അറവ് ഉദിയത്തല്ല, നമ്മള് തമത്ത് രൂപത്തിലുള്ള ഹജ്ജാണ് ചെയ്യുന്നതെന്ന് അറിയാം നമ്മളോട് പോകുമ്പോൾ. അപ്പൊ അത് പൂർത്തീകരിക്കണം. നമ്മൾ മീക്കാത്ത് കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ആ അറവിനുള്ള പൈസ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ ആയി, ഉംറ ചെയ്തു. അതുപോലെ ഹജ്ജിന് നമ്മൾ നെയ്ത്ത് ചെയ്യുന്ന എവിടെ വെച്ചാണ്, ഭാവിയില് അസീസിയ എന്ന സ്ഥലത്താണ്, വേറെ സ്ഥലത്തോട്ട് പോകുന്നില്ല. അതുകൊണ്ട് ആ അറവ് എന്ത് ചെയ്യും, അവിടെ അറവിന്റെ പൈസയും അവിടെ പൂർത്തീകരിച്ചു എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അങ്ങനെ ഫ്ലൈറ്റിൽ പോയി, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. അപ്പൊ നമ്മളെ ലഗേജിനെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ട, തലേദിവസം നമ്മൾ എയർപോർട്ടിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ സാധനം നമ്മുടെ റൂമില്, നമ്മുടെ ബിൽഡിങ്ങിന് താഴെ വന്നിരിപ്പുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നിലയിൽ, നമ്മൾ ഏത് നിലയിലാണോ, എത്ര നിലയിലാണ് താമസിക്കുന്നത് ആ നിലയിൽ വന്നിരിപ്പുണ്ട്. നമ്മൾ എൻ്റെ അടുത്ത് റൂമിലോട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അത് പക്ഷെ പലർക്കും കിട്ടത്തില്ല, 1-2 പേർക്ക് കിട്ടാൻ വരും. എന്ത് ചെയ്യും, ഈ സ്റ്റിക്കർ കൃത്യമായി പതിക്കാത്തവര് അവർക്ക് കിട്ടില്ല, ബാക്കി എല്ലാവർക്കും കിട്ടും. സ്റ്റിക്കർ നമ്മൾ നന്നാക്കണം, സ്റ്റിക്കർ കൃത്യമായിട്ട് പതിച്ചിട്ടുള്ളവർക്ക് കിട്ടും. അപ്പൊ നമ്മൾ അങ്ങനെ ബിൽഡിങ്ങിലേക്ക് എത്തി. നമ്മുടെ ഉംറ നമ്മൾ ഇടയ്ക്ക് പോകുന്ന വഴിക്ക് മുത്തോഫ്, നമ്മുടെ അവിടുത്തെ മുതലാളി മുത്തോഫ, അദ്ദേഹത്തിന് കീഴിലാണ് 10,000-5,000 ഹാജിമാരെ നമ്മൾ തിരിച്ചു വെച്ചേക്കാണ്.
അപ്പം ആ മുത്താഫിന്റെ ബിൽഡിങ്ങിന് മുന്നേ നമ്മൾ നിർക്കും, കുറച്ച് വെള്ളവും ഫ്രൂട്ട്സും അതൊക്കെ നമുക്ക് തരും, അത് കഴിക്കാം. അവിടെ നിന്ന് കിട്ടുന്ന എല്ലാ ഹലായ ഭക്ഷണങ്ങളും നമ്മൾ മേടിച്ച് കഴിക്കുക എന്നുള്ളതാണ് ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ക്ഷീണം ഒരിക്കലും ഉണ്ടാകരുത്. നമുക്ക് നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചു, നല്ല ഹജ്ജ് വരെ നമ്മൾ നല്ല ആരോഗ്യവാന്മാരായിരിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം. പലരും ലേഡീസ് കാണുന്ന അവിടെ വന്ന് ഒത്തിരി ദിവസം നോമ്പ് പിടിക്കുന്നൊക്കെ കാണാറുണ്ട്. ഇത് വരുമ്പോൾ നമുക്ക് ഹജ്ജിന് കൂടുതൽ ഉംറ ചെയ്യുന്നവരുണ്ട്, ഹജ്ജിന് മുമ്പായിട്ട് തന്നെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവർ ഹജ്ജ് ആകുമ്പോഴത്തേക്ക് അവർക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അത്രയും ദിവസം ഹജ്ജ് വരെ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി ഉംറ കുറയ്ക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ആരോഗ്യം അനുസരിച്ച് ചെയ്യാവുള്ളൂ. അതുപോലെ നോമ്പ് പിടിക്കുന്നവർ എന്ത് ചെയ്ത് ഹജ്ജ് കഴിഞ്ഞ് നമുക്ക് പിടിക്കാൻ അവസരമുണ്ട്, കുറച്ച് ദിവസം ഉണ്ട് നമ്മളവിടെ. അപ്പോൾ നോമ്പൊക്കെ നമ്മൾ പരമാവധി നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്ന കാര്യങ്ങളിൽ വ്യാപൃതരാകും. അപ്പോൾ നമ്മളിങ്ങനെ മുത്താഫിൻ്റെ റൂമിൽ നമ്മൾ നേരെ ഈ SHIയുടെ നേതൃത്വത്തിൽ, ഹജ്ജ് ഇൻസ്പെക്ടർ നേതൃത്വത്തിൽ നമ്മൾ ബിൽഡിംഗ്, അതായത് മക്ക ഹറമിൽ നിന്ന് 3-4 കിലോമീറ്റർ അകലെയുള്ള വലിയ പുതിയ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ നമ്മൾ വണ്ടി നിർത്തുന്നു. നിരന്തരമായി നമ്മൾ ഇറങ്ങുന്നു. നമ്മുടെ ബിൽഡിംഗ് നമ്പറും നമ്മുടെ പേരും ഒക്കെ നമ്മുടെ ആപ്പിൽ നമ്മുടെ നേരത്തെ ലോഗിൻ ചെയ്ത് നമുക്ക് അറിയാം, അടുത്ത ദിവസം അറിയാൻ പറ്റും. അപ്പൊ ആ ബിൽഡിങ്ങിൽ ആ റൂമിലാണ് നമ്മൾ താമസിക്കുന്നത്, താക്കോലോടെ തരുന്നു. അപ്പൊ അതോടൊപ്പം നമ്മൾ മേടിക്കേണ്ട ഒരു സാധനമുണ്ട്. എനിക്ക് ഫസ്റ്റ് ഹജ്ജിന് പോയപ്പോൾ പറ്റിയ സാഹചര്യം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ഞാൻ പോകുമ്പോൾ എനിക്ക് പരിചയമില്ല, ആദ്യം പോയി തവാഫൊക്കെ ചെയ്തു തിരിച്ചു വന്നപ്പോൾ റൂം അറിയാൻ പാടില്ല. ഒരേപോലത്തെ 100 കണക്കിന് റൂമുകൾ. ഞാനും എൻ്റെ ഹാജിമാരും എൻ്റെ കൂടെ ഉള്ളവരും ഞങ്ങൾ 3-4 മണിക്കൂർ ചുറ്റിക്കറങ്ങി ഒരു അവിടെ എത്തി, തളർന്ന് കുത്തി. അപ്പം അതിനു വേണ്ടി നമ്മൾ അങ്ങനെ നമുക്ക് മിസ്സായി പോകാൻ ഞാൻ ചെയ്യാത്ത ഒരു കാര്യം, അവിടുന്ന് ആ റിസപ്ഷനിൽ നമുക്ക് ഈ ചെറിയ ഹോട്ടലിൽ പോലും വിസിറ്റിംഗ് കാർഡ് ഉണ്ട് അല്ലേ, ഈ ചെറിയൊരു ഹോട്ടലാണ്, ഇവിടെ വിസിറ്റിംഗ് കാർഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ വിസിറ്റിംഗ് കാർഡ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കവറിൽ 5 പേരുണ്ട്, 5 വാങ്ങണം. എന്നിട്ട് നമ്മൾ പോക്കറ്റ് ഇടരുത്, പർദ്ദയിലിടരുത്. നമ്മൾ ഇതുപോലെ ഈ കാർഡ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ അകത്തോട്ട് കയറ്റിയിടുക. ഇത് നമുക്ക് ഒരു 30 ദിവസത്തോളം അവിടെ വന്നു കഴിഞ്ഞാൽ കളയാവുള്ളൂ. 30 ദിവസം നമുക്ക് ഉപയോഗപ്പെടും. കാരണം നമുക്ക് ഏതെങ്കിലും എവിടെ വെച്ചെങ്കിലും മിസ്സായി പോയാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ബിൽഡിങ്ങിൽ എത്താൻ എത്ര അറിവുള്ളവർക്കും പ്രയോജനപ്പെടും. നമ്മൾ സൗദിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും പറ്റാം. കാരണം ബിൽഡിങ്ങുകളൊക്കെ ഏകദേശം ഒരേപോലെയൊക്കെ ഇരിക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ വിസിറ്റിംഗ് കാർഡ് നമ്മളെല്ലാം മേടിച്ച് ഹാജിമാരും ഒക്കെ അവിടെ നിന്ന് മേടിക്കുക, റിസപ്ഷനിൽ കിട്ടും, ഹാരിസ് തരും, നമ്മൾ മേടിക്കുക കേട്ടോ. ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം ഉംറ കഴിക്കാൻ നമ്മൾ ആവേശത്തോടു കൂടെ കഅബ കാണുക എന്ന കണ്ണീരണിയുന്ന, നമ്മൾ 5 നേരം നിസ്കരിക്കുന്ന, നേരെ തിരിഞ്ഞ് നിസ്കരിക്കുന്ന എല്ലാവരെ സംബന്ധിച്ച് ഫസ്റ്റ് ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന പ്രത്യേക സ്ഥലമാണല്ലോ കഅബ. നമ്മൾ ആവേശത്തോടെ നിൽക്കണം. പക്ഷെ നമ്മൾ ചിലപ്പോൾ തലേദിവസം നമ്മൾ ഉറക്കം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് മാറി തന്നെ ടെൻഷൻ, യാത്ര ചെയ്തതിന്റെ ടെൻഷൻ, ഉറക്കത്തിൽ ക്ഷീണം ഉണ്ടാവും. അവിടെയൊക്കെ നമ്മൾ ഇഹ്റാമിലാണ്. ഇഹ്റാമിൽ നിരോധിതമായ നമ്മുടെ നഖം കടിക്കൽ, അങ്ങനെയുള്ള മുടികൾ, അങ്ങനത്തെ പരിപാടികളൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളൂ. കുറച്ചു നേരം റൂമിൽ ഒന്ന് വിശ്രമിച്ചിട്ട് ഉംറയ്ക്ക് പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ SHIയുടെ സഹായം കിട്ടുമെന്ന് നോക്കുക. 150 പേര് ഉള്ളിടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ റൂമിലുള്ളവരും ഇന്ന് തന്നെ പരിചയമാവുമല്ലോ. ഇന്ന് തന്നെ നമ്മുടെ ഫ്ലൈറ്റിലുള്ളവർ, ഏകദേശം ഫ്ലൈറ്റിലുള്ളവർ നമുക്കറിയാം. അപ്പൊ ആ ഒരു ടീമായിട്ട് പോകുന്നതല്ല. അപ്പൊ നമുക്ക് ഹറമിൽ പോയിട്ട് തിരിച്ചെത്തുമ്പോൾ പുറത്തൊരു ടോയ്ലറ്റിന്റെ നമ്പർ കണ്ടെത്തുക. അങ്ങോട്ട് ഒരു മാറിപ്പോയാൽ പോലും ഈ ടോയ്ലറ്റിന്റെ മുന്നിൽ വന്ന് നമുക്ക് ഒരുമിച്ച് പോരാൻ പറ്റും. ആ ടോയ്ലറ്റ് നമ്പറോ അല്ലെങ്കിൽ ഒരു വാതിലിന്റെ നമ്പറോ ഒന്ന് നോട്ട് ചെയ്താൽ മതി, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു കൂട്ടമായിട്ട്, ഒറ്റയ്ക്ക് പോരുത്, കൂട്ടമായിട്ട് പോവാ. ഫസ്റ്റ് ആദ്യം തുടക്കത്തിൽ നമ്മൾ പരിചയമാകുന്നത് വരെ അത് നല്ലതാണ്. നമുക്ക് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോയ ഡോക്ടറാണ് കുറച്ചും കൂടെ സംസാരിച്ചത് അല്ലേ? ഏത് നമുക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് അവിടെ ചികിത്സിക്കാൻ വേണ്ടി അവിടെ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ചികിത്സിക്കാൻ പോയ ഡോക്ടറാണ് നേരത്തെ ഇവിടെ സംസാരിച്ചത്. നേരത്തെ ഡോക്ടർ കേന്ദ്ര ഹജ്ജ് മിഷന്റെ ആളായിട്ട് ഡോക്ടറായിട്ട് ഒരു 3 മാസത്തോളം അവിടെ താമസിച്ച് ചികിത്സിച്ചു, നമുക്ക് വേണ്ടി ഡെപ്യൂട്ടേഷൻ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ തൊട്ടടുത്ത് എന്ത് ചെയ്യും, ഇന്ത്യൻ ഹജ്ജ്, നമ്മൾ ഇന്ത്യക്കാർ എന്നല്ലേ അവിടെ പോകുന്ന ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ ഒരു ഓഫീസ് ഉണ്ടാവും. എന്ത് സഹായത്തിനും SHI ലഭിക്കാത്തപ്പോൾ അവിടെ പോയാൽ മതി. നമ്മൾ 100 മീറ്ററിനുള്ളിൽ തന്നെ കാണും ഏകദേശം. മെയിൻ ഓഫീസ് ഉണ്ട്, എൻ്റെ ഒരു ബ്രാഞ്ച് ഓഫീസ് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത്. അവിടെ അതിനോട് തൊട്ട് ചേർന്ന് ഒരു ഡിസ്പെൻസറി ഉണ്ടാവും. എല്ലാ സമയത്ത് ആശുപത്രി ഡിസ്പെൻസറി ആണെങ്കിൽ പോകണം നല്ല മതി. അത്യാവശ്യ സാധനങ്ങൾ അവിടെ പോവുക. ഇനി നമുക്ക് ഹിന്ദി അറിയാൻ പാടില്ല, കൈകൊണ്ട് കാണിക്കണമെന്നില്ല. തൊട്ടടുത്ത് അവിടെ എവിടെയെങ്കിലും തൊട്ടടുത്ത ബിൽഡിങ്ങിനും അടുത്തുണ്ടാവുമല്ലോ, അവിടെയൊക്കെ മലയാളി ഡോക്ടർമാർ ആരെങ്കിലും കുറച്ച് പേരൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ല പോലെയുള്ള ജില്ലയിൽ നിന്നൊക്കെ ഡോക്ടർമാർ ഒത്തിരി ഉണ്ടാവാറുണ്ടല്ലോ സാറിന്. കാരണം വെച്ചാൽ അവരൊക്കെ എഡ്യൂക്കേറ്റഡ് ആയ ജില്ലയാണല്ലോ, നമ്മൾ ഏറ്റവും സാംസ്കാരിക തലസ്ഥാനമാണല്ലോ തൃശ്ശൂർ. അപ്പൊ അവിടെ നിന്നൊക്കെ ഡോക്ടർമാരുണ്ടാവും. അപ്പൊ അവരുടെ സഹായം തേടാം. ലേഡീസിന് വേണമെങ്കിൽ ലേഡീസ് ഡോക്ടർമാരും ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൊട്ടടുത്തുള്ള അബ്ജുമാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുമല്ലോ ഇന്ന, അല്ലെങ്കിൽ വോളണ്ടറി അന്വേഷിച്ചിട്ട് പറയും, അവർക്ക് ലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ അത് ഉപയോഗപ്പെടുത്തുക. എല്ലാം ഫ്രീ ആണ്, ചികിത്സ മൊത്തം ഫ്രീ ആണ്, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഹജ്ജ് കമ്മിറ്റി മുഖേന പോകുന്നവർക്ക് ഫ്രീ ആണ്. പ്രൈവറ്റിൽ പോകുന്നവർക്ക് ആ സംവിധാനം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, ഇപ്പൊ ഏതാണ്ട് 40,000 പേരുടെ യാത്ര പെൻഡിങ് നിൽക്കുകയാണ്. അള്ളാഹു താല അവർക്കെല്ലാം ഹജ്ജ് ചെയ്യുന്നുള്ള അവസരം അള്ളാഹു താല തൗഫീഖ് ചെയ്തതാണ്. പറഞ്ഞാലില്ല, പ്രൈവറ്റിൽ പോകുന്നവരുടെ കാര്യം പറഞ്ഞു. അങ്ങനെ പിന്നെ നമുക്ക് ഓരോ ദിവസവും ഉംറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഉംറയ്ക്കെല്ലാം ഹറമിൽ എല്ലാ ദിവസവും പോകണമല്ലോ. നമ്മൾ ഹറമിൽ പോകാനാണല്ലോ ഈ പോകുന്ന ബുദ്ധിമുട്ടുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും ടാക്സി വിളിച്ച് പോരുത്. നമുക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ഒരു പുതിയ കാർഡോടെ തരും, ബസ് നമ്പറിന്റെ കാർഡ്.
നമുക്ക് ഇവിടെയൊക്കെ ബസ്സിന് കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ ബോർഡാണ്. നമ്മൾ നോക്കണ്ടേ, നമുക്ക് 9, 8 അല്ല 10 വരെയുള്ള ഏതെങ്കിലും നമ്പർ ഉണ്ടാവും. ഈ നമ്പറിലുള്ള കാർഡ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കഴുത്തിലുണ്ടല്ലോ അതിലേക്ക് കയറ്റിയിടുക. അപ്പൊ ആ ബസ്സിൽ കയറിയാൽ നമ്മൾ കൃത്യമായിരിക്കും നമ്മുടെ ബിൽഡിങ്ങിന്റെ തൊട്ട് മുമ്പിൽ നിർത്തും. ഇടയ്ക്ക് ഒരു ബസ് സ്റ്റേഷൻ ഉണ്ടാവും. പിന്നെ ജനറലായ വണ്ടിയാണ്, പൊതുവായ വണ്ടിയാണ്. അപ്പൊ ഹറമിന്റെ അടുത്ത് വരെ എത്തുന്ന രൂപത്തിൽ ബസ് സംവിധാനം എല്ലാ ദിവസവും ഉണ്ട്, എക്സെപ്റ്റ് ഹജ്ജിന്റെ ദിവസങ്ങൾ. ദുൽഹജ്ജ് ഒരു 5, 6 മുതൽ 13 വരെ കാണത്തില്ല. ഈ സമയത്തും ഹറമിൽ പോകണം, ഹറമിൽ പോയി തന്നെ നിസ്കരിക്കണം എന്ന് നിർബന്ധമുള്ളവർക്കാണ് നമ്മുടെ ഈ 1500 റിയാൽ ഉണ്ടല്ലോ ടാക്സി വിളിച്ചു പോകും. ബാക്കിയുള്ള ദിവസം എല്ലാം ഈ സൗജന്യം ഉപയോഗം 24 അവേഴ്സും ഉണ്ട്. AC ബസ്സാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ബസ് മാറിപ്പോയിരിക്കാൻ നമ്പർ നമ്മൾ നോട്ട് ചെയ്യുക. ഒന്ന് മൊബൈലിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മൊബൈലിൽ നിന്ന് അടിച്ചിടുക, ഫോട്ടോ എടുത്തിടുക. അതുകൂടാതെ എന്ത് ചെയ്യുക, ഈ കഴുത്തിൽ ഈ നമ്പറോട് ഇടുക. അതുപോലെ നമ്മൾ പാചകം ഇതിൻ്റെ ഒരു പ്രധാന പരിപാടി അല്ലെങ്കിലും വിശക്കൂലോ, ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 24, 25 ദിവസത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ വേണ്ട. 40 ദിവസം യാത്രകളിൽ 10 ദിവസം, മദീനയിലെ 9 ദിവസം. ഹജ്ജിന്റെ ടൈമിൽ നമുക്ക് മുത്തോഫ് ഫുഡ് തരും. പിന്നെ നമുക്കറിയാം ഇവിടെയൊക്കെയുള്ള ഒത്തിരി സംഘടനകൾ അവിടെ സജീവമായി പ്രവർത്തിക്കുന്നത്, അവരെ കഞ്ഞി സാധനമൊക്കെ തരും. ഇതൊക്കെ കഴിക്കുന്നതിന് തെറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ കഴിച്ചാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. അത് മാത്രമേ ഇവർ തരുന്ന ഭക്ഷണമായിരിക്കും കേരളക്കാരുടെ ഭക്ഷണമാണല്ലോ നമുക്ക് ഇഷ്ടം, നമുക്കൊരു താല്പര്യത്തോടെ കഴിക്കാൻ കഴിയുന്നത്. അപ്പൊ അതെല്ലാം മേടിച്ച് ഉപയോഗപ്പെടുത്തുക. ക്യൂ നിന്ന് ഓവറായിട്ട് ഫ്രീ മേടിക്കണം എന്നല്ല പറയണേ, നമ്മുടെ വിശപ്പിനുള്ള നമ്മൾ മേടിച്ചെടുത്ത് കഴിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പാചകം, ഈ അടുക്കള എന്ന് പറഞ്ഞാൽ 30 പേരുടെ അടുക്കളയാണ്. നമ്മുടെ വീട്ടിലെ അടുക്കള വേറെ ആരെയും ഇവിടെ കയറാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ഇത് 30 പേർക്ക് കയറാൻ അവകാശമുണ്ട് എന്ന് അടുക്കളയെ കുറിച്ച് ചിന്തിക്കുക. ഈ അടുക്കളയിൽ ഗ്യാസ് തീരുമ്പോൾ 30 പേരോട് മേടിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ഇത് ചെയ്യുക, ഹാരിസ് താഴെ റിസപ്ഷനിൽ മറ്റേ പയ്യനുണ്ട്, ഏതാ റൂം ബോയ് ഉണ്ടല്ലോ, ആ പയ്യനോട് ഹാരിസിനോട് പറഞ്ഞാൽ പുള്ളി കൊണ്ടുതരും. നമ്മൾ എന്ത് ചെയ്യേണ്ട, പൈസ നമ്മൾ കൊടുക്കണം. രണ്ടാമത്തെ കുട്ടിയുടെ പൈസ നമ്മൾ കൊടുക്കണം. അതുപോലെ ഈ ചെരുപ്പ് നമുക്ക് അറിയാം, ഇഹ്റാമിൽ പ്രത്യേകിച്ചും പുരുഷന്മാർ ഷൂസ് പോലെ ഉപയോഗിക്കാൻ പാടില്ലല്ലോ, സാധാ ചെരുപ്പാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ പലരും വിചാരിക്കും വളരെ പുണ്യമായ സ്ഥലമാണ്, ചെരുപ്പിട്ടുകൊണ്ട് അങ്ങനെ കടക്കും എന്ന് ഞാനൊക്കെ ആദ്യം ചിന്തിച്ചിട്ടുണ്ട്. പുണ്യമായ സ്ഥലങ്ങളാണ് നമ്മൾ ചെരുപ്പിട്ടുണ്ട്. അപ്പൊ പക്ഷേ ചെരുപ്പ് ഉപയോഗിക്കാത്ത പലർക്കും ഹജ്ജ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ട് ആളുകളുണ്ട്. എന്ന് വെച്ചാൽ ചൂടത്ത് നടന്നിട്ട് പൊള്ളി കാല് ഇതായി. അപ്പൊ നമ്മൾ ചെരുപ്പ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമെന്ന്. ഈ ചെരുപ്പ് ഏതൊക്കെ നഷ്ടപ്പെട്ടാൽ നമ്മളവിടെ ഈ ഹറമിന്റെ പുറത്ത് വേസ്റ്റായിട്ട് തന്നെ ചെരുപ്പുകൾ കിടക്കുന്നുണ്ട്. അത് നമ്മൾ പുറത്തിട്ടിട്ട് പോയാൽ അവരെന്ത് ചെയ്യും, തൂക്കുന്ന ആളുകൾ എടുത്തങ്ങ് മാറ്റും. ഏതെങ്കിലും നമ്മുടെ ചെരുപ്പ് നഷ്ടപ്പെട്ടാൽ അവിടെ ചുമ്മാ കിടക്കുന്ന വേറെ ആരും ആയിരിക്കില്ല. ആ ചെരുപ്പിന് നമ്മൾ നഷ്ടപ്പെട്ടാൽ ഇട്ടുകൊണ്ട് പോരുക എന്നുള്ള മാർഗ്ഗമുള്ളൂ. കാരണം വെച്ചാൽ ഒരിക്കലും പൊള്ളുന്ന സ്ഥലത്തുകൂടെ നടന്നു കഴിഞ്ഞാൽ ഒത്തിരി ചിലപ്പോൾ മാസങ്ങളിരിക്കും ഉണങ്ങാൻ. പിന്നെ നമുക്കിപ്പോൾ യാത്രയിലൊക്കെ ബുദ്ധിമുട്ട് വരും. ഈ ചെരുപ്പ് സൂക്ഷിക്കണം, വളരെ കഴുകി സൂക്ഷിക്കുക. ഈ ചെരുപ്പ് നമ്മൾ ഹറമിന്റെ അകത്തോട്ടൊക്കെ പോകുമ്പോൾ കൊണ്ടായിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ ഷിമ്മിക്കൂട്, ഈ കീസ് ഈ കീസിലേക്ക് പൊതിഞ്ഞ് വൃത്തിയായി അകത്ത് കൊണ്ടുപോക്കാൻ നടക്കുള്ളൂ. കാരണം അതൊരു നമ്മളൊരു അഭംഗി ചിന്തിക്കുന്നവരുണ്ട്, പക്ഷെ നമുക്ക് ചെരുപ്പില്ലാതെ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ചെരുപ്പ് ഉപയോഗിക്കുക. അത് ഏറ്റവും കൂടിയ ചെരുപ്പുകൾ മേടിക്കാതിരിക്കുക. നമ്മൾ ഏറ്റവും കുറഞ്ഞ വള്ളിച്ചെരുപ്പുണ്ടല്ലോ, അത് പുരുഷന്മാരുടെ വള്ളി ചെരുപ്പുകൾ ഉപയോഗിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ മക്കയില് നമ്മൾ കുറച്ച് ദിവസം താമസിച്ചു. അതായത് ഹജ്ജ് പൂർത്തീകരിക്കണമല്ലോ മക്കയിൽ ഓരോ ദിവസവും ഉംറയ്ക്ക് പോകുന്നു, ഹറമിൽ എല്ലാ ദിവസവും തവാഫ് ചെയ്യാൻ പോകുന്നു, നമസ്കാരത്തിന് പോകുന്നു. അത്യാവശ്യം പാചകം ചെയ്യുന്നു, മുഴുവൻ സമയം ഹറമിൽ ഇരുന്ന് ദുആ ചെയ്യാൻ പറ്റുക ഏറ്റവും നല്ലതാണ്. അത് അവരവരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക. ഇനി ഹജ്ജിന് വേണ്ടി നമ്മൾ പോകുന്ന ദിവസം, അത്രയും ദിവസത്തെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങ് ചെയ്തിട്ട് ഹജ്ജിന് വേണ്ടി നമ്മൾ പോകുന്ന ഫസ്റ്റ് പരിപാടി മിനയിലേക്ക് പോവുകയാണ് അല്ലേ? എല്ലാവർക്കും അറിയാം, എല്ലാവരും ഒത്തിരി ക്ലാസ്സുകൾ കേട്ടതാണ്, അറിയാം. മിനയിലേക്ക് പോവുക, ഉംറ ചെയ്തവരൊക്കെ ആണല്ലോ. മിനയിലേക്ക് പോകുമ്പോൾ ഒരു ബാഗ് തയ്യാറെടുക്കണം. അന്നേരം നമ്മൾ ലഗേജ് ബാഗ് കൊണ്ടുപോകരുത്, ഹാൻഡ് ബാഗ് എടുക്കുക, നമ്മുടെ തോൾ ബാഗ് കൂടെ അതിനകത്ത് വെക്കുക. കാരണം ഇടയ്ക്ക് നമുക്ക് അത് മതി. അപ്പൊ ആ മിനായിലേക്ക് ബാഗ് തയ്യാറാക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ഈ ചാർജർ, ഫോണ്, അത്യാവശ്യം ഉണക്ക ഭക്ഷണ സാധനങ്ങൾ നമുക്ക് മാത്രമല്ല അടുത്തുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിനും കൂടെ ഉള്ള കരുതുക. ഓരോരുത്തരും അങ്ങനെ കരുതുമ്പോൾ ഒത്തിരി പേർക്ക് കിട്ടുമല്ലോ. നമുക്കൊക്കെ തരാറുണ്ട്. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ പരസ്പരം ഇത്തരം സാധനങ്ങൾ പരസ്പരം അവിടെയൊക്കെ നമുക്ക് ഭക്ഷണം അത്യാവശ്യം ലഭിക്കും. ഈ പറയുന്ന പണ്ടത്തെ പോലെ ക്യൂ നിൽക്കേണ്ട ടോയ്ലറ്റ് സൗകര്യത്തിന് പ്രശ്നമൊന്നും ഇപ്പോൾ അധികമില്ല. എങ്കിലും ചിലപ്പോൾ നമ്മളെ ക്ഷമ ശീലിക്കണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു അല്ലേ, ഇന്നല്ലാഹ മഅ സാബിരീൻ, അല്ലാഹു തആല ക്ഷമാശീലന്മാരുടെ കൂടെയാണ്. ഹജ്ജിന് നമ്മൾ വല റഫൂസ ഫുസൂഖ എന്നൊക്കെ പറയുന്നത് അടിയും പിണക്കവും തർക്കങ്ങളും വിതർക്കങ്ങളും ഒന്നും ഉണ്ടാക്കാത്തതായിരിക്കണം ഹജ്ജ് എന്ന് നമുക്ക് എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ ക്ഷമ ഏറ്റവും പ്രധാനമാണ്. ഈ അവസരങ്ങളിൽ പ്രത്യേകിച്ചും പലപ്പോഴും കണ്ടുവരുന്നതാണ് ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ വഴക്കുണ്ടാക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ആ ഹജ്ജ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റില്ലെങ്കിൽ പോലും നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. ചിലരോ ക്ഷമിക്കും നീതരിക്കും മൂടന, വില്ലിന്റെ പിന്നോട്ടുള്ള മാറ്റം എന്തിനാ. അതപ്പോ ക്ഷമ പാലിക്കുന്നവരെ സംബന്ധിച്ച് അതാണ്. നമ്മളെ ഈ തെറ്റില്ലെങ്കിലും നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം നമ്മൾ ഒരിക്കലും അതിനകത്ത് വിഡ്ഢിയാവുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
അപ്പൊ നമ്മള് ഇഹ്റാമില് മിനായിലേക്ക് പോകുമ്പോൾ ഇഹ്റാമിലേക്ക് കടക്കണം എന്ന് പറഞ്ഞല്ലോ. അത് നമ്മളെ ഉസ്താമാരൊന്നും ചിലപ്പോൾ നമ്മുടെ ടീമിൽ ഉസ്താമാരുണ്ടാകും. അവര് നമ്മുടെ ലീഡേഴ്സ് അല്ല, നമ്മുടെ ലീഡേഴ്സ് HHI ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. എങ്കിലും ദീനിയായ കാര്യങ്ങളിൽ ചിലപ്പോൾ അവർക്ക് ദീനിയായുള്ള ആളാകണം എന്നില്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ. അപ്പൊ എന്ത് ചെയ്യും? അവിടെയുള്ള ഉസ്താമാരുടെ സഹായം നമുക്ക് തേടാം. കേരളത്തിൽ നിന്ന് വന്നാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഉസ്താമാര് നമ്മളെ പറ്റിക്കില്ല എന്ന് തോന്നുന്നു. ഉസ്താമാരെ ചില ഈ അവിടെ ചെന്ന യാത്രകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നുവെച്ചാൽ ടൂർ, അതായത് അവിടുത്തെ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ നമ്മൾ പോകും. അപ്പൊ ഞങ്ങൾ ഹജ്ജ് കമ്മിറ്റി വിടുന്നില്ല, അവരവരുടെ റിസ്കിൽ പോവുക. അവിടെ വരുമ്പോൾ നമ്മൾ അത് ആലോചിച്ച് ശരിയാണോ എന്ന് അന്വേഷിച്ചിട്ട് പോകും. പക്ഷെ ദീനിയായ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സ്വന്തം അഭിപ്രായത്തിൽ ചെയ്യാതെ നമ്മൾ ഉറപ്പായിട്ടും ഈ ഗ്രൂപ്പിലും വളരെ ഉയർന്ന പണ്ഡിതന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. കാരണം സ്വാഭാവികമായിട്ട് ഹജ്ജിന് അപേക്ഷ കൊടുക്കുന്ന ഉസ്താദന്മാർ കാണുമല്ലോ. വളരെ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ ഒരു സ്റ്റേജിൽ വരാതെ അകത്തിരിക്കുക ഇവിടെ. മനസ്സിലായേ? അവർ നമ്മളെ അതായത് നമ്മളെക്കായൊക്കെ വളരെ അറിവുള്ള ആളുകൾ ഈ പ്രഭാഷണം കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അവരുടെ നമ്മളൊരു സൗഹൃദത്തിലാവുക, അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ദീനിയായ സംശയങ്ങൾ നമുക്ക് അവിടെ തീർക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇഹ്റാമിലേക്ക് കടക്കുന്നതിന് മുമ്പായി, മിനായിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഹജ്ജ് കമ്മിറ്റിയുടെ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞത് ബിൽഡിങ്ങിന്റെ അടിയിൽ ഉണ്ടാകും. അപ്പൊ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു തരും. അതുപോലെ മിനയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാ കൊണ്ടുപോകേണ്ടത് പറഞ്ഞു തരും. അറഫയിൽ നിൽക്കലാണല്ലോ ഹജ്ജ്, അത് ഹജ്ജു അറഫ എന്നൊക്കെയാണല്ലോ. അതായത് അറഫയിൽ നിൽക്കണം. നേരത്തെ ഉസ്താദ് ഒരു കാര്യം സൂചിപ്പിച്ചു, ഒരു ലേഡിയുടെ കാര്യം അല്ലേ, നമ്മുടെ ചെയർമാൻ സൂചിപ്പിച്ചില്ലേ? എനിക്ക് കാണാൻ വേണ്ടി പോണേ ഞാൻ, അപ്പൊ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ല അവർക്ക് അല്ലേ. ഒത്തിരി പേർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഹജ്ജ് അറഫയിൽ നിൽക്കണം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട അറഫയിലേക്ക് പോകുന്നതിന് മുമ്പായി അറഫയിലേക്ക് യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്നും കൂടെ കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കും. അതെല്ലാം അവിടെ പറയുന്ന കാര്യങ്ങളാണ്, നമുക്ക് നേരത്തെ അറിയാം. അപ്പൊ ചെറിയ ബാഗ്, അതായത് ഹാൻഡ് ബാഗ് കൊണ്ടുപോകുന്നു. അറഫയിലേക്ക് പോകുമ്പോൾ ചെറിയ ബാഗ് ആവശ്യം വരുള്ളൂ. അതിനകത്തൊരു ശ്രദ്ധിക്കാനുള്ള നമ്മുടെ പുതപ്പ്, ബെഡ്ഷീറ്റ് വേണം. മുസ്തലിഫയിൽ നമുക്ക് കിടക്കാൻ വേണ്ടി ബെഡ്ഷീറ്റ് വേണം. അതുപോലെ മുസ്തലിഫയിൽ കിടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ്, നമ്മൾ ജംറയിൽ എറിയാൻ പോകുമ്പോൾ എന്താണ്, മറ്റേ കടല രൂപത്തിലുള്ള, കടലയുടെ വലിപ്പമുള്ള ആ കല്ലുകൾ കളക്ട് ചെയ്യുക. അത് കഴുകി വൃത്തിയായി ഒരു ടിന്നിലോ ഒരു കൂട്ടിലോ എല്ലാം എടുത്ത് സൂക്ഷിക്കുക. പിന്നെ മുടി കളയലിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതായത് ഉംറയിൽ നിന്ന് നീങ്ങുമ്പോഴും ഹജ്ജിൽ നിങ്ങളൊക്കെ മുടി കളയലാണ്. അപ്പൊ ഫസ്റ്റ് പരമാവധി എല്ലാവരും എന്ത് ചെയ്യുക? വടിച്ച് തന്നെ കളയാൻ ശ്രദ്ധിക്കുക. സ്ത്രീകളെ സംബന്ധിച്ച് മുടി വടിക്കാൻ പറ്റില്ല, ചെറുതായി നീക്കം ചെയ്യുക. തൊട്ടടുത്തുള്ള ആളെ കൊണ്ട് ചെയ്യിക്കാം, സ്വന്തം ചെയ്യാം. തവാഫിനെ കുറിച്ചും സൈനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മൾ പരമാവധി തവാഫ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ നമ്മുടെ ക്ഷീണം, നമ്മുടെ ആരോഗ്യം ഒക്കെ മനസ്സിലാക്കി മാത്രം അത് ചെയ്യുക. അവൾ മലകളൊക്കെ കയറാൻ നമ്മളവിടെ കൊണ്ടുപോകും അല്ലേ, സാഹസികമായിട്ട് നമ്മൾ ഗുഹ പല സ്ഥലങ്ങളും സന്ദർശിക്കും. അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ആരോഗ്യം ഹജ്ജിന് മുമ്പ് പോകുമ്പോൾ സരി, ഹജ്ജിന് കഴിഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് നല്ല സ്ഥലത്താണല്ലോ. മരണം കിട്ടിയാൽ പോലും നല്ലതായിട്ട് ഈമാനോടുകൂടി നമ്മൾ കരുതുന്നവരാണ്. അപ്പൊ അതുപോലെ മിനയിൽ നിന്ന് ഉള്ള മടക്കം, നമ്മൾ മിനയിൽ നിന്ന് ഇങ്ങനെ 3 ദിവസം നമ്മളെ പൂർത്തീകരിച്ചു അല്ലേ. നമുക്ക് നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നുള്ള നമ്മുടെ അസീസിയയിൽ നിന്ന് മിനയിലേക്ക് പോകുന്നു, മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകുന്നു, അറഫയിൽ നിന്ന് മുസ്തലിഫയിൽ തങ്ങുന്നു, മുസ്തലിഫയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? മിനയിൽ എത്തിയിട്ട് എറിയാൻ പോകുന്നു. ചിലര് മിനയിലേക്ക് കയറാതെ തന്നെ നമ്മുടെ ഇത് ട്രെയിനിൽ നേരെ അവിടെ പോയി ജംറയിൽ പോയി എറിയുന്നവരുണ്ട്. അപ്പൊ ഈ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മിനയിൽ നിന്ന് മടങ്ങുന്ന ദുൽഹജ്ജ് 13-നാണ് സാധാരണ കേരളക്കാർ. ചിലർ 12-ന് മടങ്ങും. നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഉസ്താമാരൊക്കെ അങ്ങനെ 13-ന് പോകണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് നമുക്ക് തരുന്നത്. അപ്പൊ 13 വരെ നമുക്ക് അവിടെ സൗകര്യങ്ങൾ, വെള്ളമൊക്കെ ഉണ്ടാവും. ചിലർ പറയും 13-ാം തീയതി വെള്ളം കട്ട് ചെയ്യും, അത് കിട്ടിയും ഭക്ഷണം കിട്ടും. നമ്മൾ താല്പര്യമുള്ള അവിടെ നിൽക്കാം. നമ്മുടെ നടന്നു പോകാനുള്ള ദൂരമാണ് നമ്മൾ ബിൽഡിങ്ങിലേക്ക് ഉള്ളൂ. പക്ഷെ നമുക്ക് വഴിയൊക്കെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ബസ് വരും, മുത്തോഫിന് ആ ബസ്സിൽ കയറി പോവുക. ഇവിടെ ഒന്നും നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. നമ്മുടെ അതിൽ വോളണ്ടിയറുടെ നമ്പറുണ്ട്, അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെ നമ്പറുണ്ട്. ഈ പ്രാവശ്യം നമ്മുടെ സന്നദ്ധ പ്രവർത്തകരെ അതിന്റെ അകത്ത് അനുവദിക്കുകയോ എന്നറിയില്ല. അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സഹായങ്ങൾ ലഭിക്കും. പിന്നെ മക്കയിലെ പ്രധാന ഒത്തിരി സന്ദർശന സ്ഥലങ്ങൾ നമ്മൾ പണ്ട് പോലെ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ട് അല്ലേ. ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക, അവിടെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുക, നമ്മുടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ, മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ അവസാനമായി അവിടെ പൂർത്തീകരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ തവാഫും മുറയൊക്കെ ചെയ്തു, എല്ലാം ഹജ്ജും ചെയ്തു. പിന്നെ ഒരു വിട വാങ്ങലാണ് അല്ലെ, മക്കയിലെ വിട വാങ്ങൽ. അതിന് പറയുന്നത് വിദായിന്റെ തവാഫ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വോളണ്ടിയർ നിർദ്ദേശിക്കുന്ന, നമ്മുടെ SHI നിർദ്ദേശിക്കുന്ന അനുസരിച്ച് നമ്മൾ പോകേണ്ട സമയത്തിന് കുറച്ച് നേരം, നമ്മൾ പോകുമ്പോൾ തന്നെയാണ് വിദായിന്റെ തവാഫ് ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴാണ് അതിലേക്ക് പോകേണ്ടത്. പക്ഷെ നമ്മൾ യാത്രാ സൗകര്യമൊക്കെ കൂട്ടി അവർ നിർദ്ദേശിക്കുന്നത് SHI ഇന്ന സമയത്ത് നമ്മൾ റൂമിൽ ഉണ്ടാവണം പോകാൻ എന്ന് നിർദ്ദേശിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ വിദായിന്റെ തവാഫ് ചെയ്ത് റൂമിൽ തങ്ങുക. അതും ഹറമിന്റെ പ്രദേശം തന്നെയാണ് നമ്മുടെ റൂമും. അപ്പൊ അവിടെ നമുക്ക് ഒരു നേരത്തെ നിസ്കാരം ചിലപ്പോൾ അവിടെ തന്നെ നിസ്കരിക്കേണ്ടി വരും. അപ്പൊ അവരുടെ നിർദ്ദേശം ആ കാര്യം നമ്മൾ പാലിക്കുക. അനുസരണമാണല്ലോ നമ്മുടെ പ്രധാന കടമ. അങ്ങനെ മദീനയിലേക്കുള്ള യാത്ര പോകുമ്പോൾ നമ്മൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്, തുണി എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം അലക്കി, ഇനി അലക്കാൻ അവസരം വീട്ടിൽ വന്നിട്ടുള്ളൂ. അപ്പൊ എല്ലാം അലക്കാനുള്ളൊക്കെ അലക്കി മടക്കി എല്ലാം ബാഗിൽ വെക്കണം. അതുപോലെ വസ്ത്രങ്ങൾ അലക്കി ഉണക്കിയൊക്കെ വെക്കണം. മദീനയിലെല്ലാം വൻ ഹോട്ടലാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ ചിലപ്പോൾ അലക്കാൻ പറ്റത്തില്ല, വലിയ ഹോട്ടലിൽ അലക്കാൻ പറ്റത്തില്ലല്ലോ.
പിന്നെ പെട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. നമ്മൾ അവിടെ നിന്ന് പരമാവധി പർച്ചേസ് മക്കൾ ചെയ്യാതിരിക്കും നല്ലത്. കാരണം ഈ നമ്മളെ മെയിനായിട്ട് അവിടെ നിന്ന് ഈത്തപ്പഴം പിന്നെ ഈ മുസല്ലയൊക്കെയാണല്ലോ വാങ്ങുന്നത്. ഇതൊക്കെ മദീനയിൽ നല്ല നല്ല മാർക്കറ്റുകളുണ്ട്, അവിടെ നിന്ന് വാങ്ങാം. നമുക്ക് അതായിരിക്കും നല്ലത്. കാരണം ഈ ലോഡ് പിന്നെയും ചുമക്കണ്ടല്ലോ. അത് മാത്രമല്ല മദീനയാണല്ലോ ഈത്തപ്പഴത്തിൻ്റെ ഒരു കേന്ദ്രം മദീനയാണ്. അതുപോലെ നമ്മുടെ ഹാൻഡ് ബാഗ്, നമ്മൾ ബാഗും കൊടുത്തു വിട്ടു, ലഗേജ് കൊടുത്തു വിട്ട് ഹാൻഡ് ബാഗ് ആയിരിക്കും നമ്മളല്ല, ഹാൻഡ് ബാഗും ഒന്ന് റെഡിയാക്കി വെക്കുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്, നമുക്ക് ഈ കുറച്ച് ദിവസം പാചകം ചെയ്ത ഫുഡൊക്കെ നമ്മളെ കാണും. അപ്പം നമ്മൾ ഈ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് ഹോട്ടലുകളിലൊക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ പാചകം നിർത്തി ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അന്ന് അതായത് മക്കയിൽ നിന്ന് മദീനയിൽ പോണ വഴിക്ക് കഴിക്കാനുള്ള ഫുഡ് വേണമെങ്കിൽ കയ്യിൽ കരുതുന്നതല്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ കാറ്ററിംഗ് സംവിധാനമൊക്കെ ഉണ്ട്. ആ പോകുന്ന യാത്രയിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് നല്ലതാണെന്ന് എനിക്ക് കയ്യിലുള്ളൊരു ഭക്ഷണം സാധനങ്ങളുള്ളവർ എന്ന് കരുതുന്നതല്ല. അപ്പം ഈ തോൾ ബാഗ് അതേപോലെ ഹാൻഡ് ബാഗ് ചിലപ്പോൾ ക്യാബിനിലേക്ക് മാറ്റും. നമ്മൾ എയർപോർട്ടിൽ കയറുമ്പോൾ ഹാൻഡ് ബാഗ് എന്ത് ചെയ്യും, ക്യാബിൻ്റെ മുകളിൽ ക്യാബിനാവാം, ചിലപ്പോൾ താഴത്തെ ക്യാബിനിലേക്ക് വലിയ ബാഗാടി മാറ്റും, ഒരു കനം കൂടുതലാണെന്ന് പറഞ്ഞത് അല്ലേ. അങ്ങനെ വരുമ്പോഴാണ് ഈ തോൾ ബാഗ്, നിങ്ങളുടെ വാനിറ്റി ബാഗ്, പുരുഷന്മാരുടെ തോൾ ബാഗ് ആവശ്യം വരുന്നത്. അതിൻ്റെ അകത്ത് അത്യാവശ്യം റിയാൽ, മരുന്ന്, മൊബൈൽ ചാർജർ തുടങ്ങിയ അത്യാവശ്യ സാധനങ്ങൾ വയ്ക്കുക. മദീനയിലെ കെട്ടിടങ്ങൾ എന്ന് പറയണേ എന്താണ്, വളരെ നല്ല AC, നല്ല ഏറ്റവും അടുത്തുള്ള ഹറമിൻ്റെ അടുത്തുള്ള കെട്ടിടമാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യും, പണ്ടൊക്കെ നമുക്ക് ഏത് സമയത്തും കയറി റൗദയിലൊക്കെ ഇടിച്ച് കയറി ക്യൂ നിന്ന് കയറാമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഇന്നെല്ലാം ബുക്കിംഗ് ആണ്. നമുക്ക് അപ്പോൾ നമ്മുടെ SHIയുടെ സഹായം ഉണ്ടാവും, ഹജ്ജ് മിഷന്റെ സഹായം ഉണ്ടാവും. നമുക്ക് അനുവദിച്ച സമയത്ത് നമ്മൾ എവിടെ റൗദയിൽ കയറുന്നതിന്, റിയാദുൽ ജന്നയിൽ കയറുന്നതിന് നമുക്ക് അനുവദിച്ച സന്ദർശനത്തിനെ പറ്റത്തുള്ളൂ. മറ്റ് റൗദ സന്ദർശനമൊക്കെ ഏത് സമയത്തും നടക്കും. അപ്പോൾ ഏത് സമയത്തും പോവാം. സ്ത്രീകൾക്ക് പ്രവേശനത്തിന് പ്രത്യേക സമയം ഉണ്ടാവും, അത് ഉപയോഗപ്പെടുത്തുക. ആ മദീനയിലും കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ അവിടെ മുസഫ് ഫാക്ടറി നമുക്കറിയാം, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ പരമാവധി സന്ദർശിക്കുക. ഇത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള പല ഉസ്താദന്മാർ നമ്മൾ നിർദ്ദേശിച്ചിട്ടാണ് 40 ജമാഅത്ത് മദീനയിൽ ലഭിക്കണം എന്നൊക്കെയാണ് അല്ലേ. അപ്പം അത് പരമാവധി കിട്ടുന്ന രീതിയിൽ നമ്മുടെ നമസ്കാരം കൃത്യമായിട്ട് കിട്ടുന്ന ആ ജമാഅത്ത് മദീനയിൽ കിട്ടുന്ന രൂപത്തിലുള്ള യാത്ര അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ദുഹറിന് നമ്മൾ എത്തുന്ന രൂപത്തിലായിരിക്കണം. സുബഹിക്ക് പോയാൽ ഇന്ന് ശ്രദ്ധിക്കുക. പിന്നെ മടക്ക യാത്രയിൽ നമ്മൾ തയ്യാറെടുക്കണ്ടേ. എന്നാൽ ഈ ദീനി കാര്യങ്ങളിൽ കിടക്കുന്ന യാത്രയുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യം മാത്രമാണ് പറയുന്നത്. മടക്ക യാത്രയിൽ ഈ ലഗേജ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി അതേ സാധനം തിരിച്ചുകൊണ്ടാൻ പറ്റുള്ളൂ. ഞാൻ അതിൻ്റെ അകത്ത് അതേ സാധനം ആവണമെന്നില്ല. സ്വർണ്ണമൊക്കെ എത്ര കൊണ്ടുപോകാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. സ്വർണ്ണം നമ്മൾ അല്ലേ, സ്വർണ്ണമൊക്കെ എത്ര കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് അറിയാലോ അല്ലേ. സ്വർണത്തിന് ഭയങ്കര വിലയാണല്ലോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായ ഒരു കാര്യമാണ്, പണ്ടും അങ്ങനെ കൊണ്ടുവന്നവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടല്ലോ. നമുക്ക് ആകെ 40 ദിവസം അല്ലെങ്കിൽ 40, നമുക്ക് ഹജ്ജ് വിസയാണുള്ളത്. ഈ സ്വർണം പർച്ചേസ് ചെയ്യാൻ നമുക്ക് അധികാരമില്ല. യാതൊരു വർഷം നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ ആ സ്വർണം കൊണ്ടുവരാം, നമ്മുടെ കയ്യിൽ കടപ്പണ കൊണ്ടുവരാം. അവിടെ നിന്ന് ഒരു മോതിരം പോലും മേടിച്ച് തിരിച്ചും കൊണ്ടുവരരുത്. ഹജ്ജിന് വേണ്ടി പോയി അത് നമ്മുടെ ഒരു ഇബാദത്തിന് ദോഷം ചെയ്യും. അപ്പോൾ യാതൊരു എത്ര വിലക്കുറവാന്ന് പറഞ്ഞാലും അവിടെ നിന്ന് സ്വർണം പർച്ചേസ് ചെയ്യാതിരിക്കുക. അതുപോലെ നമ്മൾ അവിടെ നിന്ന് ഹലാലായ സാധനങ്ങൾ, നമ്മൾ പിന്നെ ഈ പിള്ളേരുടെ ഈ കളിപ്പാട്ടമൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ബാറ്ററികളൊക്കെ അഴിച്ച് മാറ്റിയിട്ട് വെക്കുക. കാരണം ബാറ്ററി കഴിയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ അത് സ്കാൻ ചെയ്യുമ്പോൾ വിഷയം വരും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ സംസവളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്. 5 ലിറ്ററിന്റെ ക്യാൻ നമുക്ക് എയർപോർട്ടിൽ തരും. നമ്മുടെ ഉന്തുവണ്ടി കൊണ്ട് ഇവിടെ വരുമ്പോൾ വോളണ്ടിയർമാർ റെഡിയാണ്, കൊണ്ട് നമ്മുടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നാൽ മതി. മറ്റ് സംസവളം കൊണ്ടുവരാൻ അനുവാദം നമുക്കില്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ സാധാരണ ഫ്ലൈറ്റിൽ 5.25 മണിക്കൂർ 5.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എത്തിച്ചേരും. അപ്പോൾ ഇവിടെ വന്ന് തിരിച്ച് നമുക്ക് ആ രൂപത്തിൽ പറ്റും. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നെയ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ്. നേരത്തെ ഉസ്താദന്മാരും പണ്ഡിതന്മാരും എല്ലാം പറഞ്ഞു തന്ന കാര്യമാണ് അല്ലേ. നെയ്യത്ത് നന്നാക്കുക, എല്ലാവരും ദുആ ചെയ്യുക. എൻ്റെ വീട് ഞാൻ നേരത്തെ പറഞ്ഞതെന്നുള്ളത് തൊടുപുഴയാണ്. തൊടുപുഴ ജില്ലാ കോടതിയിലെ ബെഞ്ച് ക്ലർക്കായിട്ട് ജോലി ചെയ്യുകയാണ്, ഹജ്ജ് രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും ദുആ ചെയ്യുക. നല്ല നെയ്യത്തോടു കൂടി തിരിച്ചു വരാൻ അല്ലാഹു തആല ഹജ്ജും ഉംറയും നിർവഹിച്ച് മബ്രൂറും ആ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാൻ നമുക്ക് എല്ലാവരും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നെയ്യത്ത് നല്ലതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത് പ്രതിഫലിക്കും. നെയ്യത്തു നല്ലതെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിറകെ നിന്ന് തള്ളേ തരുമെടോ. അപ്പൊ ആ നെയ്യത്ത് നന്നാവാൻ എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മളെല്ലാ ഹജ്ജും ഉംറയും സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ മെയ് 16 പോകുന്നവരുന്ന് എഴുന്നേക്കാം. മെയ് 16 ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. സർവശക്തനായ ഇലാഹിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ 3ാം ഘട്ട ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. അബ്ദുറഹ്മാൻ പുഴക്കരക്ക് അങ്ങേയറ്റം സന്തോഷം, നന്ദി പറയുന്നു. ഇൻഷാ അല്ലാഹ്